Suddenly I lost my job. So I was under severe stress. അപ്പോൾ എനിക്ക് ഈ സ്ട്രെസ് ഓവർകം ചെയ്യും വേണം. ഒരു മോബ് ഓഫ് 25 people came and locked me up in a room, my clinic, and I was not able to reach my home in time. 2.5, 3 hours I was inside there. ഒന്നുമില്ല, ആ സ്ക്രൂ റിമൂവ് ചെയ്താൽ തീരാവുന്ന പ്രോബ്ലം മാത്രമേ ഉള്ളൂ. കാരണം ഫ്രാക്ചർ ഇസ് ഹീൽഡ് കംപ്ലീറ്റ്ലി, പേഷ്യൻ്റ് ഇസ് ഫങ്ഷണലി ഡൂയിങ് വെരി വെൽ. പക്ഷേ ആസ് യു ഗെയിൻ മോർ ആൻഡ് മോർ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് നമ്മൾ കുറേയും കൂടിയും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മേ ബി അതിൽ നിന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. സോ സ്ട്രെസ് ഇസ് ഡെഫിനറ്റ്ലി ദർ. ബട്ട് ഡെഫിനറ്റ്ലി നീ പ്രിസർവേഷൻ ചെയ്യുന്നവരുടെ ഉദ്ദേശം അറ്റ്ലീസ്റ്റ് ഒരാൾക്കൊരു നീ റീപ്ലേസ്മെൻറ്റ് ആവശ്യം വരികയാണെങ്കിൽ മേ ബി ആഫ്റ്റർ 65 or 70 years, അല്ലെങ്കിൽ ഒരാൾക്ക് ചിലപ്പോൾ റീപ്ലേസ്മെൻറ്റ് ആവശ്യം വന്നില്ല എന്ന് വരും. നമ്മൾ കണ്ടിട്ടുള്ള ഫോളോ അപ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഫോളോ അപ്പ് എനിക്ക് 14 years വരെയുള്ള ഫോളോ അപ്പ് ഉണ്ട്. അവർക്കൊന്നും റീപ്ലേസ്മെൻറ്റ് ആവശ്യം വന്നിട്ടില്ല. ആൻഡ് ഇനീഷ്യലി നമ്മളെപ്പോഴും, ഇപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ എല്ലാ പേഷ്യൻസിനും ഒരു ട്രയൽ ഓഫ് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ്, മെഡിസിൻസും എക്സസൈസസും കഴിഞ്ഞ് സിംറ്റംസ് ഇമ്പ്രൂവ് ചെയ്യുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരു സർജിക്കൽ ഇൻ്റർവെൻഷനെ പറ്റി ആലോചിക്കുന്നത് പോലും. നമ്മൾ ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യും. ബെൻഡ് ഉണ്ടെങ്കിൽ എത്ര ബെൻഡ് ഉണ്ടെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. ആ ബെൻഡ് കറക്റ്റ്ലി എവിടെയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മളൊരു ലേമാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു കാല്, ഇപ്പം നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതാണ് ഈ പള്ളക്കാലെന്ന് പറയുന്ന കാല് വളഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അത് ഇടുപ്പ് മുതൽ കാലിൻ്റെ പാദം വരെ വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അതിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പോയിന്റിലായിരിക്കും ഈ ബേസിക്കലി ആ വളവ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടുപിടിക്കലാണ് ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്. Hello and welcome to another episode of Med Ventures. Today our guest is a orthopedic surgeon and ace wildlife photographer, Dr. Krishna Kumar Mechur. Welcome, sir, to our show. Thank you. So basically, sir, ipo orthopedics profession as a career maybe for a decade or two ആയിരിക്കാം in this profession. Sir, എങ്ങനെയാണ് മെഡിസിനിലായ ഒരു പ്രൊഫഷനിൽ ചേർന്നതും ഹൗ ഡിഡ് യു മൂവ് ടു ചൂസ് എൻ പ്രൊഫഷൻ ലൈക്ക് ഓർത്തോപെഡിക്സ്? ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് അപ്രീഷിയേറ്റ് ഈ ഒരു വെഞ്ചർ ഇസ് റിയലി ഗ്രേറ്റ്. ലൈക്ക് മെഡിക്കൽ പ്രൊഫഷനിലുള്ളവരുമായിട്ടുള്ളൊരു ഡിസ്കഷൻ ഇസ് സംതിങ് വിച്ച് പലർക്കും അറിയാത്ത പല കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് തിങ്, ഞാൻ എങ്ങനെ മെഡിക്കൽ പ്രൊഫഷനിൽ എത്തിയെന്ന് ചോദിച്ചാൽ, പ്രോബബ്ലി 1995 നമുക്കധികം ചോയ്സുകളില്ല. ഐ വാസ് എ ഗുഡ് സ്റ്റുഡൻറ്റ് അറ്റ് സ്കൂൾ. അപ്പോൾ നമ്മുടെ മുമ്പിൽ ആകെ 2 ചോയ്സുകളേ അന്നുള്ളൂ, ഐദർ ബിക്കം എൻ എഞ്ചിനീയർ ഓർ ബിക്കം എ ഡോക്ടർ. കറക്റ്റ്. സോ ഒരു മെഡിക്കൽ പ്രൊഫഷനിലേക്ക് എത്തിയത് പ്രോബബ്ലി ഇസ് ബിക്കോസ് ഓഫ് ദാറ്റ്. പക്ഷേ അത് കഴിഞ്ഞുള്ള ട്രാൻസ്ഫോർമേഷൻ, ലൈക്ക് ഓർത്തോപെഡിക്സിലേക്ക് വന്നത് പ്രോബബ്ലി മെഡിക്കൽ സ്കൂളിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ഹൗസ് സർജൻസി ചെയ്യുമ്പോൾ എനിക്ക് സർജൻ ആവണമെന്നായിരുന്നു ആഗ്രഹം. ആൻഡ് മൈ ലാസ്റ്റ് 15 days ഓഫ് ഹൗസ് സർജൻസി ബേസിക്കലി, അറിയുമെന്നറിയില്ല, ഡോക്ടർ PJ ജേക്കബ് അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു. പുള്ളിയാണ് കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഞാൻ ഓർത്തോപെഡിക്സിലേക്ക് എത്തിപ്പെടുന്നത്. ഓർത്തോപെഡിക്സിൽ എത്തിപ്പെട്ട് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലാണ്. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ 2 വർഷം ഞാനൊരു പർട്ടിക്കുലർ യൂണിറ്റിലായിരുന്നു, വിച്ച് വാസ് ബേസിക്കലി ഡീലിംഗ് വിത്ത് എക്സ്റ്റേണൽ ഫിക്സേറ്റേഴ്സ്. ഓക്കെ. അങ്ങനെയാണ് ഞാൻ ഓർത്തോപെഡിക്സിൽ തന്നെ ഒരു സ്പെസിഫിക് സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഫിക്സേറ്റേഴ്സ് ആൻഡ് ഡിഫോമിറ്റി കറക്ഷൻ എന്നുള്ളതിലേക്ക് അട്രാക്റ്റഡ് ആയിട്ടുള്ളത്. അതിനുശേഷം പിന്നെ ഐ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് ഡോക്ടർ മംഗൽ പരിഹാർ, ബോംബെയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സർജൻസ് ഇൻ ടേംസ് ഓഫ് ഈ പറയുന്ന സ്പെഷ്യാലിറ്റി, അഡൾട്ട് ആൻഡ് പീഡിയാട്രിക് ഡിഫോമിറ്റി കറക്ഷൻ സർജറി എന്ന് പറയുന്ന സ്പെഷ്യാലിറ്റിയിലെ ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് സ്പെസിഫിക്കലി എത്തിപ്പെടുന്നത്. ഓക്കെ. ഇപ്പോൾ ഞാൻ സാറിനെ പറ്റി റിസർച്ച് ചെയ്തപ്പോൾ സാറുടെ പ്രൊഫൈൽ അഡൽട്ട് ലിം റീകൺസ്ട്രക്ഷൻ സർജൻ. ഇപ്പോൾ വാട്ട് ഈസ് അഡൽട്ട് റീകൺസ്ട്രക്ഷൻ ലിം സർജറി? അഡൾട്ട് ലിം റീകൺസ്ട്രക്ഷൻ സർജറി പ്രോബബ്ലി കുറച്ച് കാലം മുമ്പേ വരെ ആരും യൂസ് ചെയ്യാത്തൊരു ടെർമിനോളജി ആയിരുന്നിരിക്കാം. കുറച്ച് കാലമായിട്ടാണ്, മേ ബി 10-15 years ആയിട്ടാണ് ഈ ഒരു ടേം യൂസ് ചെയ്ത് വരുന്നത്. അതിന് മുമ്പും ഈ സ്പെഷ്യാലിറ്റി ഉണ്ട്, പക്ഷേ ഈ ടേം യൂസ് ചെയ്തിരുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പോസ്റ്റ് ട്രോമ, ഒരു ലിംബിലെ ഒരു ബോൺ ലോസ്, അല്ലെങ്കിൽ ഒരു ഫ്രാക്ചർ ഉണ്ടായി, സപ്പോസ് അത് യുണൈറ്റ് ചെയ്തു, ബട്ട്
യുണൈറ്റ് ചെയ്തത് ഇസ് നോട്ട് ഇൻ ദ പ്രോപ്പർ പൊസിഷൻ. അൾട്ടിമേറ്റ്ലി ഒരു ബെൻഡ് ഡെവലപ്പ് ചെയ്യണം, ഇതർ കാലിനോ കൈക്കോ ഒരു ബെൻഡ് ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് ബേസിക്കലി അഡൾട്ട് റീകൺസ്ട്രക്ഷൻ എന്നുള്ളതിൽ നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അതിലേക്ക് റീസെൻ്റ്ലി ആഡഡ് ആയിട്ടുള്ളൊരു സംഗതി എന്ന് പറയുന്നത്, റീസെൻ്റ്ലി ആഡഡ് അല്ല, നേരത്തെ ഉണ്ട്, പക്ഷേ റീസെൻ്റ്ലി ഒരു മൊമെൻറ്റം ഉണ്ടായിട്ടുള്ളത് പ്രോബബ്ലി ഓസ്റ്റിയോ ആർത്രൈറ്റിസിലെ നീ റീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ നീ പ്രിസർവേഷൻ സർജറി. കാരണം ഓസ്റ്റിയോ ആർത്രൈറ്റിസിലും ഈ പറയുന്ന ബെൻഡ് നമുക്ക് കാണാം, ഈ പള്ളക്കാല് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാല് പുറത്തോട്ട് വളഞ്ഞു പോകുന്നത്. അപ്പം ഈ രണ്ട് കാര്യങ്ങളും ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് കയറി വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ട്രോമ സീക്യുലേ എന്ന് പറയുന്ന അല്ലെങ്കിൽ ട്രോമയുടെ എഫക്റ്റുകൾ അല്ലാതെ വന്ന് കയറിയിട്ടുള്ളത്. ഇതിൽ ഞാൻ സ്പെസിഫിക്കലി അഡൾട്ട് എന്ന് വെക്കാൻ കാരണം പീഡിയാട്രിക്കിൽ ഒരു സ്പെസിഫിക് സബ്സെറ്റ് സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. ഞാൻ ഒരു പീഡിയാട്രിക് ആസ് എ പീഡിയാട്രിക് ഓർത്തോപെഡീഷ്യൻ ഞാൻ ക്വാളിഫൈഡ് അല്ല ടു ബി എ പീഡിയാട്രിക് ഓർത്തോപെഡീഷ്യൻ. പക്ഷേ പീഡിയാട്രിക് ഡിഫോമിറ്റീസ് എക്സെപ്റ്റ് ഹിപ്പ് ഡിഫോമിറ്റീസ്, ഇടുപ്പിൻ്റെ ഡിഫോമിറ്റി ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, സ്പൈനും ഞാൻ ചെയ്യുന്നതല്ല. പക്ഷെ അത് കൂടാതെയുള്ള ലോവറിലും കാലിൻ്റെയോ കൈയിൻ്റെയോ ബെൻഡുകളും കാര്യങ്ങളും കറക്റ്റ് ചെയ്യുന്നതും ആക്ച്വലി എൻ്റെ സ്പെഷ്യാലിറ്റിയിൽ വരുന്നതാണ്. പക്ഷെ അത് ഹൈലൈറ്റ് ചെയ്യാത്തൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു കൺഫ്യൂസിങ് ഫീൽഡ് ആവും. കാരണം പീഡിയാട്രിക് ഓർത്തോപെഡിക്സ് അല്ല സ്ട്രിക്ട്ലി, അത് ബേസിക്കലി അലൈൻമെന്റ് കറക്ഷൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ പലപ്പോഴും ഇതിൻ്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത്, നമ്മൾ ഈ കാറിന് നമ്മളെല്ലാവരും അലൈൻമെന്റ് നോക്കും, റെഗുലർലി നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് കാറിന്റെ വീൽ അലൈൻമെന്റ്. വീൽ അലൈൻമെന്റ് നോക്കിയില്ലെങ്കിൽ വീല് തേഞ്ഞു പോകും. ഇതേ സംഗതി തന്നെ നമ്മളിപ്പോൾ മനുഷ്യന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കാലിനൊരു ബെൻഡ് ഉണ്ടെങ്കിൽ അലൈൻമെന്റ് മാറിക്കിടക്കുക എന്നുള്ളതാണ്. ആ അലൈൻമെന്റ് കറക്റ്റ് ചെയ്താൽ തേയ്മാനം സംഭവിക്കുന്നത് ഇവിടെ മുട്ടിനാണ്. റൈറ്റ്. അപ്പോൾ ഈ സംഗതികളാണ് ഒരു റീകൺസ്ട്രക്റ്റീവ് ഓർത്തോപെഡിക്സിൽ ബേസിക്കലി നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തേഞ്ഞ കാല് അല്ലെങ്കിൽ ബെൻഡായ കാലിനെ എന്ത് പ്രൊസീജിയർ വഴിയാണ് സാർ ഇത് നേരെയാക്കുന്നത്? ഹൗ ഡു യു കറക്റ്റ് ദീസ് ഡിഫോമിറ്റീസ്? ഇതൊരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണ് ഇത് ഡിസൈഡ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു സ്പെസിഫിക് ഇൻസ്ട്രുമെന്റ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇതിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ഇലിസറോ പ്രിൻസിപ്പിൾസ് എന്നാണ് പറയുക. ഇലിസറോ ഒരു റഷ്യൻ സർജൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ വർക്കുകളാണ് പ്രോബബ്ലി ഒരു റെവല്യൂഷനൈസ് ചെയ്തത് ഈ ഒരു പെർട്ടിക്കുലർ ഫീൽഡിനെ. അപ്പോൾ ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമ്മളിത് ഇതിൽ കുറച്ച് മാത്തമാറ്റിക്സും കൂടി ഉണ്ട്. മാത്സ് വീക്ക് ആയതുകൊണ്ടാണ് നമ്മളിൽ പലരും മെഡിക്കൽ പ്രൊഫഷനിൽ എത്തിപ്പെട്ടത്. പക്ഷേ ഞാനിപ്പോൾ സത്യം പറഞ്ഞ ഏറ്റവും അധികം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം മാത്സ് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യും. ബെൻഡ് ഉണ്ടെങ്കിൽ എത്ര ബെൻഡ് ഉണ്ടെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. ആ ബെൻഡ് കറക്റ്റ്ലി എവിടെയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മളൊരു ലേമാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു കാല്, ഇപ്പം നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതാണ് ഈ പള്ളക്കാൽ എന്ന് പറയുന്ന കാല് വളഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അത് ഇടുപ്പ് മുതൽ കാലിൻ്റെ പാദം വരെ വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ അതിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പോയിന്റിലായിരിക്കും ഈ ബേസിക്കലി ആ വളവ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടുപിടിക്കലാണ് ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫുൾ എക്സ്റേ എടുത്ത് നോക്കി അതിൽ ഇന്ന ലൊക്കേഷനിലാണ് നമ്മൾ ആ കറക്റ്റ് ബെൻഡ് ഉള്ളതെന്ന് കണ്ടുപിടിക്കുകയും അത് ആ ഒരു പോയിന്റിൽ വെച്ച് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അത് നമുക്ക് പ്ലേറ്റുകൾ വെച്ച് കറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഉള്ളിലിടുന്ന റോഡ് എന്ന് പറയുന്ന നെയിൽ വെച്ച് കറക്റ്റ് ചെയ്യാം. ഇതൊക്കെ പോസിബിലിറ്റീസ് ആണ്. പക്ഷേ എക്സ്ട്രീം ഡിഫോമിറ്റികളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ എക്സ്ട്രീം ബെൻഡുകൾ കറക്റ്റ് ചെയ്യാൻ നമുക്ക് ഈ പറയുന്ന ലിസറോ ടെക്നോളജി എന്ന് പറയുന്ന സാധനം മാത്രമേ പറ്റുള്ളൂ. അതായത് റിങ്ങുകൾ വെച്ചിട്ട് ബോൺ കട്ട് ചെയ്ത് അതിനെ ഗ്രാജുവലി പതുക്കെ സ്ട്രെയിറ്റൻ ഔട്ട് ചെയ്ത് കൊണ്ടുവരുന്ന പരിപാടി. അപ്പോൾ എല്ലാവർക്കും ഒരു ഭയം എന്താ വെച്ചാൽ അത്രയും നാൾ ഹോസ്പിറ്റലൈസ്ഡ് ആവണോ എന്നുള്ളതൊക്കെയാണ്. അതല്ല, നമ്മളാകെ ആ റിങ് ഫിക്സ് ചെയ്യാൻ മാത്രമേ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് വെക്കുന്നുള്ളൂ. റെസ്റ്റ് എവറിത്തിങ് പേഷ്യൻ്റ് തന്നെ സ്വയം വീട്ടിൽ ചെയ്തിട്ടാണ് ശരിയാക്കുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞ വൺ ഈസ് ബോൺ ലോസ്. സോ എപ്പോഴാണ് ഒരു ബോൺ ലോസ് ഉണ്ടാവുക? ദാറ്റ് ഇറ്റ് കുഡ് ബി വൺ ഓഫ് ദി ഇൻഡിക്കേഷൻസ് ഓഫ് ഇല്ലിസാറോ ടെക്നിക്. ഞാൻ മനസ്സിലാക്കി കുറച്ചൊരു whenever there is infection leading to a non-union അല്ലെങ്കിൽ ബോൺ ശരിക്കും യോജിക്കുന്നില്ല. സോ വാട്ട് ആർ യുവർ സ്പെസിഫിക് ഇൻഡിക്കേഷൻസ് ഫോർ യൂസിങ് ഇല്ലിസാറോ ടെക്നിക്? ബ്രോഡായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ 2 കാറ്റഗറീസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഒന്ന് ഈ ട്രോമ, ഇഞ്ചുറീസ് എന്നുള്ള അതാണ് ഏറ്റവും കൂടുതൽ പ്രോബബ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ഇഞ്ചുറീസ് ആണ് ഇന്ന് നാട്ടിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള, നോക്കുകയാണെങ്കിൽ ഏറ്റവും കോമണസ്റ്റ് ഡിസീസ് വേണമെങ്കിൽ നമുക്ക് ഫ്രാക്ചേഴ്സ് എന്ന് പറയാൻ പറ്റും. കാരണം അത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, പർട്ടിക്കുലർലി ഹൈ വെലോസിറ്റി ഇഞ്ചുറി. അപ്പോൾ അതിൽ ഇപ്പോൾ ചിലപ്പോൾ ബോൺ പൊട്ടി പുറത്തേക്ക് വരിക, സ്കിന്ന് പൊട്ടി പുറത്തേക്ക് വരുന്നു, ഒരു സെഗ്മെന്റ് ഓഫ് ബോൺ ഈ ആക്സിഡന്റ് പറ്റുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോകും. അതാണ് ഒരു പോസിബിലിറ്റി. അതിന് ബോൺ ലോസ്. ഈ ബോൺ ലോസ് തന്നെ അത് കൂടാതെയും വരാം. ഇപ്പോൾ ഒരു ഫ്രാക്ചർ ഇൻഫെക്റ്റഡ് ആയാൽ,
ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഏരിയ ഓഫ് ബോണിൻ്റിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറഞ്ഞു പോകും. അങ്ങനെ വരുമ്പോൾ ആ സെഗ്മെൻറ്റും പതുക്കെ പതുക്കെ ഒന്നിലോ ദ്രവിച്ചു പോകും, അല്ലെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് കളയേണ്ടി വരും. അത് യോജിക്കുന്നില്ല. അപ്പോൾ അതാണ് സെക്കൻഡ് റീസൺ ബോൺ ലോസ് ഉണ്ടാവാനുള്ളത്. ഇത് രണ്ടുമാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്. പിന്നെയുള്ളത് ഈ റീസൺ ഒന്നും ഇല്ലാതെ ചില സിറ്റുവേഷൻസിൽ ഇപ്പോൾ നമ്മൾ ഈ മുട്ടിന് താഴെയുള്ള ഭാഗം നോക്കുകയാണെങ്കിൽ അതിൻ്റെ ലോവർ തേർഡ് ഏറ്റവും ബ്ലഡ് ഫ്ലോ കുറഞ്ഞ ഏരിയ ആണ് ബോണിനെ സംബന്ധിച്ച്. അപ്പോൾ അവിടെ ഈ നോൺ യൂണിയൻ, അതായത് ബോൺ ഹീൽ ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടുതലാണ്. അപ്പോൾ ചില സമയത്ത് നമുക്ക് ചെറിയ സെഗ്മെന്റ് ബോൺ അവിടെ നിന്ന് കളയേണ്ടി വരും ബ്ലഡ് ഫ്ലോ ഉള്ള ബോണിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ബോൺ ലോസ് ഉണ്ടാകുന്നത്. അതാണ് ഒരു ഏരിയ നമ്മൾ ഈ ലിസറോ ടെക്നോളജി വെച്ച് കറക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 2 സെന്റിമീറ്റർ വരെയുള്ള ബോൺ ലോസ് വലിയ എവിഡൻ്റ് ആവില്ല. നമ്മൾ അതിനെ അടുപ്പിച്ച് എല്ലിനെ യോജിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവും. ഇത് പറയാനൊരു രസകരമായ കാരണം കൂടിയുണ്ട്. ഞാൻ ഈ ലെങ്തനിങ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഫീൽഡിലാണെങ്കിലും എൻ്റെ കാല് ബേസിക്കലി 1.75 സെന്റിമീറ്റേഴ്സോളം ഷോർട്ടാണ്, 1 leg. ദാറ്റ് ഇസ് ബൈ ബർത്ത്. ഓക്കെ. സോ പീപ്പിൾ ആസ്ക് മീ, ഈ ചെറിയ ചില 1 സെന്റിമീറ്റർ 1.5 സെന്റിമീറ്ററുകൾ ലെങ്ത്തിന്റെ ഡിഫറൻസ് ഉള്ളവർ വരുമ്പോൾ എനിക്ക് ഈസിയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട്, ബിക്കോസ് ഒരു എക്സാമ്പിൾ ഉണ്ട് മുമ്പിൽ. പക്ഷെ 2 സെന്റിമീറ്റേഴ്സിൽ മേലെയൊക്കെ ലോസ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ നമ്മൾ ആ ലെങ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹെൽത്തി ഏരിയയിൽ ഈ റിങ് ഇട്ട് നമ്മളൊരു ഒരു സെഗ്മെന്റ് ഓഫ് ബോൺ സപ്പോസ് ഉണ്ടെങ്കിൽ 2-3 റിങ് ഇട്ടിട്ട് ബോൺ കട്ട് ചെയ്യും. ബോൺ കട്ട് ചെയ്തിട്ട് ഈ റിങ്ങുകളുടെ ഇടയിലുള്ള അഡ്ജസൻറ്റ് റിങ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത്. അത് അറ്റ് ദ റേറ്റ് ഓഫ് 1 millimeter per day. അപ്പോൾ 1 millimeter per day ഡിസ്ട്രാക്ട് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് 2 ബോൺ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഇത് 1 millimeter വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്ത് കൊണ്ടുവന്നാൽ അപ് ടു 6-7 സെന്റിമീറ്റേഴ്സ് ഒക്കെ നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. ആ ബോൺ ഹീൽ ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 1 സെന്റിമീറ്ററിന് 1 month എന്നുള്ളതാണ് കണക്ക്. സോ ഇഫ് യു ആർ ഗെയിനിങ് 6 or 7 സെന്റിമീറ്റേഴ്സ്, അത്രയും നാള് നമ്മൾ ആവറേജ് ഈ റിങ് കാലിൽ റീറ്റെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പോട് കൂടിയിട്ട് മാത്രമേ നമ്മൾ ഈ ട്രീറ്റ്മെന്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് വൺ ബ്രോഡ് ഏരിയ. സെക്കൻഡ്, ഈ പറയുന്ന ബർത്ത് ഡിഫോമിറ്റീസ് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ടൊക്കെ ഉണ്ടാകുന്ന കാല് വളഞ്ഞു പോകുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ സംഗതികളൊക്കെയാണ് അടുത്ത സെറ്റ് ഓഫ് കാര്യങ്ങളുള്ളത്. അപ്പോൾ ഈ കൺജനിറ്റൽ അനോമലീസ് എന്ന് പറയുന്ന ബർത്ത് ഡിഫോമിറ്റികൾ നമുക്ക് ആക്ച്വലി മാനേജ് ചെയ്യാൻ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഇതൊക്കെയാണ് ബ്രോഡ്ലി ഇതിലേക്ക് നമുക്ക് ഈ ലിസറോ ടെക്നോളജി വെച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞു യു ആർ വിത്ത് ഡോക്ടർ മംഗൾ പരിഹാർ അറ്റ് ബോംബെ. ഇപ്പോൾ ഈ ഒരു ടെക്നീക്ക് പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാൻ ഇതിനൊരു ലേണിംഗ് കർവ് ഉണ്ട്. ഹൗ മച്ച് ടൈം ഡസ് ഇറ്റ് ടേക്ക്? ഇസ് ഇറ്റ് എ ഈസി ടെക്നീക്ക് ടു ലേൺ? ഇറ്റ്സ് എ യെസ് ആൻഡ് നോ സിറ്റുവേഷൻ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സ്പെഷ്യാലിറ്റി കേരളത്തിൽ ഒരുപാട് ഓർത്തോപെഡിക് സർജൻസ് ഉണ്ട്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് കേരളത്തിൽ ഒരു 7 പേരുണ്ടാവും പ്രോബബ്ലി ഈ ഫീൽഡ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-2 കാര്യങ്ങളുണ്ടായില്ല. ഒന്ന്, നമ്പർ 1, ഒരു ലോങ് ലേണിംഗ് കർവാണ്. ഒരുപാട് സമയം എടുക്കും. കാരണം ഫെലോഷിപ്സ് തന്നെ 1 year ആണ് മിനിമം യു ഹാവ് ടു ഡു 1 year. കാരണം ഈ ഫോളോ അപ്പ് കാണുമ്പോഴേ നമുക്ക് ഇതിൻ്റെ മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, റിങ് ഇടുന്നത് തന്നെ 9 to 12 months ഒക്കെയാണ്. അപ്പോൾ ഇറ്റ്സ് എ ലോങ്ങർ, എന്താ പറയുക, ട്രീറ്റ്മെന്റ് പീരീഡ് തന്നെ ലോങ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലേണിംഗ് പീരീഡും അതുപോലെ തന്നെ വളരെ ലെങ്തി ലേണിംഗ് പ്രോസസ്സാണ്, നമ്പർ 1. സെക്കൻഡ്, ഒരുപാട് പെയിൻഫുൾ പ്രൊസീജിയറാണിത്. പെയിൻഫുൾ പ്രൊസീജിയർ ഇൻ ദ സെൻസ് പേഷ്യൻറ്റിന് പെയിൻ ഉണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ലൈക്ക് എൻ്റെ സിറ്റുവേഷനിൽ ഞാനൊരു പേഷ്യൻറ്റിനെ ഓപ്പറേറ്റ് ചെയ്താൽ മോസ്റ്റ് പ്രോബബ്ലി എവറി ഓൾട്ടർനേറ്റ് ഡേ നൈറ്റ് ഐ വിൽ ഗെറ്റ് എ കോൾ, സർ സംതിങ് ഇസ് ഹാപ്പനിങ്. അപ്പോൾ ഫ്രീക്വൻ്റ്ലി നമ്മൾ ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിക്കൊണ്ടിരിക്കണം. മറ്റ് സർജറികൾ പോലെയല്ല. മറ്റ് സർജറികളിൽ നമുക്ക് സർജറി ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സ്ട്രെസ് ഉണ്ട്. ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്കത് പ്രെഡിക്റ്റബിളും ആണ്. ഇതിൽ പ്രെഡിക്റ്റബിലിറ്റി നമുക്ക് സമയം കൊണ്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് ഉണ്ട് ഇതിൽ. നമുക്ക് റെഗുലർലി നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. തേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ അടുത്ത് പേഷ്യൻസ് എത്തുന്നത് മൾട്ടിപ്പിൾ ഫെയിൽഡ് സർജറീസ് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അന്നേരം റിസോഴ്സസ് കംപ്ലീറ്റ്ലി ഡ്രെയിൻഡ് ഔട്ട് ആയിരിക്കും. ഫൈനാൻഷ്യലി വളരെ, എന്താ പറയുക, പലപ്പോഴും ഇപ്പം എനിക്ക് എൻ്റെ ഇനീഷ്യൽ പീരീഡുകളിലൊക്കെ എനിക്ക് ഒരുപാട് ഫ്രീ സർജറീസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അത് എനിക്കൊരു പ്രോബ്ലം ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഐ വാസ് വർക്കിംഗ് ഇൻ എ ചാരിറ്റി ഹോസ്പിറ്റൽ ഫോർ ക്വൈറ്റ് എ ലോങ് ടൈം, ലൈക്ക് 7 or 8 years ഐ വർക്ക്ഡ് ഇൻ എ ചാരിറ്റി ഹോസ്പിറ്റൽ. ആൻഡ് ആ ഹോസ്പിറ്റലിൽ ഒരുപാട് റിസോഴ്സസ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് സ്പെഷ്യാലിറ്റി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയത്. പക്ഷേ ഫോർ അസ് ഓൾസോ നമുക്കും നമ്മളൊരു എക്സിസ്റ്റൻസ് ഇഷ്യൂ ഉണ്ട്.
ലൈക്ക് വി ഓൾസോ ഹാവ് ടു, എന്താ പറയുക, നമ്മുടെയും ഏർണിംഗ് ഈസ് ഓൾസോ ഈക്വലി സിഗ്നിഫിക്കൻറ്റ് ലൈക്ക് എനി അതർ പേഴ്സൺ. അപ്പോൾ അറ്റ് സർട്ടൺ പോയിന്റ് ഓഫ് ടൈം നമുക്കത് നമ്മളും പ്രൈവറ്റ് സെറ്റപ്പിലേക്ക് മാറിയത് അതുകൊണ്ടാണ്. ബട്ട് ഈ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി എപ്പോഴും ഉണ്ട്. പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് വേറെ സ്ഥലങ്ങളിൽ ചെയ്യാത്തത് കൊണ്ട് അവർക്ക് പലപ്പോഴും ചോയ്സുകളില്ല. ഐ സ്റ്റിൽ നോ ഒന്ന് രണ്ട്, അതായത് ഈവൻ നമ്മൾ ഫ്രീ സർജറീസ് പറഞ്ഞിട്ട് പോലും ചില കൺജന്റൽ അനോമലീസ് ഉള്ള കുട്ടികൾ സർജറീസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നവരുണ്ട്. കാരണം ഈവൻ ഡ്രഗ്സ്, മെഡിസിൻസ്, അതുപോലെ തന്നെയുള്ള ഇംപ്ലാന്റ്സ്, ഇതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഈ ഒരു സ്പെഷ്യാലിറ്റിയുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സർജറിയിൽ കാര്യങ്ങൾ അവസാനിക്കുന്നത് ഇസ് ഓൺലി മേ ബി 10 or 15% ഓഫ് പേഷ്യൻസ്. ബാക്കി 75, 80, 85% പേഷ്യൻസിന് വി നീഡ് മോർ ദൻ വൺ സർജറി. അതായത് 2ഉം 3ഉം തവണ അഡ്മിഷൻ, തിയേറ്ററിൽ പോകേണ്ട ആവശ്യങ്ങളൊക്കെ വരും. സോ ഇറ്റ്സ് എന്താ പറയുക, ഒരു ലോങ് ലേണിംഗ് കർവുള്ള ഒരു ഇത്തിരി ഡിഫിക്കൽട്ട് സ്പെഷ്യാലിറ്റിയാണ്. അപ്പം അതുകൊണ്ടാണ് ആൾക്കാർ അധികം ഇല്ല. ബട്ട് ഒരു സ്പെസിഫിക് നമ്പർ ആൾക്കാരുണ്ട്. ഇപ്പോൾ മേ ബി ഒരു 2-3 years മുമ്പ് വരെ my work was 50% specialty and 50% general work. But right now it's almost like 85 to 90% specific വർക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ വർഷങ്ങൾ കൂടുമ്പോൾ നമുക്ക് ഒരു എക്സ്പീരിയൻസ് കൂടി വരുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് സംസാരിച്ച് മനസ്സിലാക്കിയത്, സിൻസ് യു മെൻഷൻ ഇതൊരു ലോങ് മന്ത്സ് ഓഫ് ഹീലിംഗ് ഫോളോ അപ്പ്, യു മസ്റ്റ് ബി വെരി ഇമോഷണലി കണക്റ്റഡ് വിത്ത് യുവർ പേഷ്യൻസ്. അങ്ങനെ അത് ഒരു ഗുണമാണോ മോശമാണോ? തീർച്ചയായിട്ടും ഗുണമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഓൾ മൈ പേഷ്യൻസ്, ഇപ്പം നമ്മൾ ഒരു ആവറേജ് ഒരു നോൺ യൂണിയൻ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് 9 months ആവറേജ് എന്നാണ് ഞാൻ പറയുക. ഇറ്റ് മേ റേഞ്ച് ഫ്രം 6 മാസത്തിൽ ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് തീരാം, ചിലപ്പോൾ 18 മാസം, 20. എൻ്റെ ലോങ്ങസ്റ്റ് പേഷ്യൻ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് 22 മാസം റിങ് ഇട്ടിട്ടുള്ള ഒരു പേഷ്യൻ്റാണ്, ട്രിവാൻഡ്രത്തുള്ള ഒരു പേഷ്യൻ്റാണ്. അപ്പോൾ ഇവർ വളരെയധികം ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് നമ്മളായിട്ട്. ഇമോഷണലി അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ നമ്മളെ ചീത്ത വിളിക്കുന്ന ആൾക്കാരുണ്ട്, നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, എല്ലാ ഫെസ്റ്റിവൽസിനും ഫോൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കും. ലൈക്ക് അവരൊരു ചെറിയ ടൂർ പോയി അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് ബ്രേക്കിന് പോയി കഴിഞ്ഞാൽ നമുക്കപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് വരും. ഇനീഷ്യലി വാട്സാപ്പ് എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് വാട്സാപ്പ് നമ്പർ കൊടുക്കാതെ നിവർത്തില്ല. ഞാൻ ആദ്യം, എനിക്ക് ഫോൺ നമ്പറും വാട്സാപ്പ് നമ്പറും സെപ്പറേറ്റ് ആണ് എൻ്റെ. പക്ഷെ വാട്സാപ്പ് നമ്പർ കൊടുക്കാതെ നിവർത്തില്ല. കാരണം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, വർഷങ്ങൾ ചെല്ലും തോറും ഇപ്പോൾ നമുക്ക് പേഷ്യൻസ്, ദൂരെ നിന്നുള്ള പേഷ്യൻസും വന്നോളും. അപ്പോൾ അവർക്ക് വാട്സാപ്പ് നമ്പർ കൊടുത്തേ മതിയാവുള്ളൂ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ. അപ്പോൾ അതിൽ കൂടെ അവരുടെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കും. നമുക്ക് നമ്മളെ പലപ്പോഴും ഒരു കല്യാണത്തിന് വിളിക്കുക, പല വീട്ടിലെ ചടങ്ങുകൾക്ക് വിളിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അതൊരു കണക്കിന് നല്ലതാണ്. കാരണം അത് അവർക്ക് നമ്മളിലുള്ളൊരു ഇഷ്ടവും നമ്മളോടുള്ളൊരു ഫെയ്ത്തും കാണിക്കുന്ന ഒരു കാര്യമാണ്. ലൈക്ക് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് സപ്പോസ് സംബടി ഒരു ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് തരണമെന്ന് വിചാരിക്കും, അത് തരുന്നത് നമ്മളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് പേഷ്യൻസ് ആയിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്. ചില സമയത്ത് അത് ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ വെരി ലെസ്. മേ ബി 1 or 2 എനിക്ക് ചെറിയ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഒഴിച്ചാൽ മറ്റ് സ്പെഷ്യാലിറ്റികളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പേഷ്യൻസ് ആയിട്ടുള്ള ഇമോഷണൽ ബോണ്ടിങ് കുറച്ച് കൂടുതൽ തന്നെയാണ്. കാരണം നമ്മൾ ഓൾമോസ്റ്റ് എവറി ഓൾട്ടർനേറ്റ് ഡേ ഇവരായിട്ട് ഐദർ ചാറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവർ വിളിക്കും. വീക്ക്ലി വൺസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇനീഷ്യൽ പീരീഡിൽ കുറച്ച് കഴിയുമ്പോൾ മന്ത്ലി വൺസ് ആവും. പക്ഷേ ദേ ആർ അണ്ടർ അവർ റെഗുലർ ഫോളോ അപ്പ് ഫോർ മിനിമം ഒരു 1 to 2 years. അപ്പോൾ മോസ്റ്റ്ലി ഇപ്പം ഞാൻ 2000 സ്പെഷ്യാലിറ്റി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി 2008 2008 ഞാൻ ആദ്യം ഓപ്പറേറ്റ് ചെയ്ത പേഷ്യൻ്റ് ഇപ്പോഴും എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിൽ ഇൻ ടച്ച്. സാർ, ഇപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ആർ ഇല്ലിസാറോ. അപ്പോൾ ഈ ഇല്ലിസാറോ ടെക്നീക്കിൻ്റെ അഡ്വാൻറ്റേജസ് ഒന്ന്, വി നോ ഇറ്റ് ഈസ് നൗ വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇപ്പോൾ ഇത് ഇൻഫെക്റ്റഡ് നോൺ യൂണിയൻ ബോൺ ലോസിനൊക്കെയാണ്. ബട്ട് ഫ്രം എ പേഷ്യൻസ് പോയിന്റ് ഓഫ് വ്യൂ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്താണ്? ഡസ് ഇറ്റ് ഹെൽപ്പ് ഏർലി മൊബിലൈസേഷൻ ഓർ എന്താണ് ഈ ഒരു ടെക്നീക്കിൻ്റെ അഡ്വാൻറ്റേജ്? ഇലിസറോ ടെക്നിക് എന്ന് പറയുന്നത്, അതായത് ഇലിസറോവിൻ്റെ പ്രിൻസിപ്പിൾസ് നമ്മൾ പലതിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്ലേറ്റ് വെച്ച് ഫിക്സ് ചെയ്യാനും നെയിലിടുമ്പോഴൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇലിസറോ ഡിവൈസ് എന്ന് പറയുന്നത്, റിംഗ് ഫിക്സേറ്റർ എന്ന് പറയുന്ന സാധനം ഒരിക്കലും ഒരു ഇംപ്ലാന്റ് ഓഫ് ചോയ്സ് അല്ല, ഇറ്റ്സ് എൻ ഇംപ്ലാന്റ് ഓഫ് ഫോഴ്സ്. അതായത് മറ്റ് സിറ്റുവേഷൻസിലൊന്നും ഇലിസറോ വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മറ്റ് ടെക്നോളജികളിൽ കൂടെ ചെയ്യാൻ പറ്റില്ല. ഇലിസറോ നമ്മൾ ഒരു നിവൃത്തി, ഇപ്പം ഞാനും പേഴ്സണലി ഇലിസറോ ചെയ്യുന്നത് എനിക്ക് ബാക്കി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻസിൽ മാത്രമേ ഉള്ളൂ.
അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇൻഫെക്റ്റഡ് സിറ്റുവേഷൻസിൽ നമുക്ക് ഉള്ളിൽ ഏതെങ്കിലും ഇംപ്ലാന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നെയും ഇൻഫെക്ഷൻ കൂട്ടുകയുള്ളൂ. അപ്പോൾ ഇൻഫെക്ഷൻ ഉള്ള സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി ഇതൊരു ചോയ്സാണ്. കാരണം ഇൻഫെക്ഷൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടില്ല, ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ് ഇൻഫെക്ഷൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുകയും ചെയ്യും. പിന്നെ സെക്കൻഡ് ഇതെന്ന് പറഞ്ഞാൽ ബോൺ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് റൈറ്റ് നൗ ബെസ്റ്റ് ഓപ്ഷൻ ഇലിസ്റോ തന്നെയാണ്. മറ്റ് ടെക്നോളജികളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്, ഇപ്പോൾ ഗ്രാഫ്റ്റിംഗ്, അങ്ങനെ കുറേ മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോഴും ഒരു ഇതിൻ്റെ അത്ര ബെനിഫിറ്റ് ഒരിക്കലും കിട്ടുന്നില്ല. ടു ബി വെരി ഫ്രാങ്ക്, ഇപ്പം ഞാൻ കഴിഞ്ഞ 14-15 years ആയിട്ട് ഇൻടു ഈ സ്പെഷ്യാലിറ്റിയാണ്. നമുക്ക് ഇലിസ്റോ ചെയ്ത കേസുകളൊന്നും ഫെയിൽ ചെയ്തിട്ടില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഇപ്പോൾ 6 തവണ വരെ തിയേറ്ററിലേക്ക് പോകേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ പലപ്പോഴും ഇൻഫെക്റ്റഡ് ആയ ഒരു ഏരിയ ദ്രവിച്ചു പോയി, അപ്പോൾ അത് റിമൂവ് ചെയ്യേണ്ടി വരും. പിന്നെ ഇൻഫെക്ഷൻ ചിലപ്പോൾ ഫുള്ളി സെറ്റിൽ ചെയ്തിട്ടുണ്ടാവില്ല, അപ്പോൾ റീഡിബ്രൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇറ്റ് ഹാസ് നെവർ ഫെയിൽഡ്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ, അതായത് ഇപ്പോൾ ഈ ബോൺ ലോസ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ബോൺ ഇൻഫെക്ഷൻ സിറ്റുവേഷൻ, അല്ലെങ്കിൽ സിവിയർ ഡിഫോമിറ്റീസ്, നമുക്ക് മറ്റ് മെത്തേഡ്സ് വെച്ച് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഡിഫോമിറ്റികൾ, ഇതിൽ ഡെഫിനറ്റ്ലി ഇലിസ്റോ ഹാസ് എ റോൾ ഇന്നത്തെ കാലത്ത്. അതിനൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല. കാരണം മാത്രമല്ല, ഇപ്പോൾ നമ്മളുടെ നാട്ടിലെ ഹൈ എനർജി ഇഞ്ചുറീസ് ആക്ച്വലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കൂടുന്നിടത്തോളം കാലം റൈറ്റ് നൗ നമുക്ക് ഇതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഇല്ല. റിംഗ് ഫിക്സേറ്റേഴ്സ് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ. അപ്പോൾ ഇത് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ റോൾ. പേഷ്യൻറ്റിനെ സംബന്ധിച്ച് കാലിലൊരു എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്, ഡെഫിനറ്റ്ലി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇറ്റ്സ് നോട്ട് ആസ് പെയിൻഫുൾ ആസ് ഇറ്റ് ഈസ്. ഇതിനൊരു മോശം റെപ്യൂട്ടേഷൻ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അതിൻ്റെ റീസൺ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ടെക്നോളജി വന്ന കാലത്ത് എവരി വൺ വാസ് ഡൂയിങ് ദാറ്റ്. അതിൻ്റെ ഒരു ട്രെയിനിങ് ഇല്ലാത്തവർ കൂടി ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് അൾട്ടിമേറ്റ്ലി അതൊരു പെയിൻഫുൾ പ്രൊസീജിയർ ആയിട്ടാണ് എല്ലാവരും അറിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രോപ്പർ കെയർ ഉണ്ട്. അതായത് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഈ പേഷ്യൻസിന് കൊടുക്കും, ഇതിട്ട് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം. അത് സ്ട്രിക്ട്ലി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് വെരി പെയിൻഫുൾ. ഒരിക്കലും ഞാനിതൊരു ഈസി മെത്തേഡാണെന്ന് പറയുന്നില്ല. കാരണം നമ്മുടെ കാലിലൊരു എക്സ്ട്രാ സാധനം വെച്ച് നടക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ആൻ ഈസി തിങ്. പക്ഷെ ഈ സംഗതികളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, ഇത് ഈ ഇലിസ്റോ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് മിനിമം പെയിൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അത് പലപ്പോഴും ആൾക്കാർക്ക് അവെയർ അല്ല. പീപ്പിൾ കൺസിഡർ ദിസ് ആസ് എ പെയിൻഫുൾ പ്രൊസീജിയർ. ഇതൊരിക്കലും അല്ല. നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. സോ ഈ ഒരു ഡിഫോമിറ്റി അസസ് ചെയ്യാൻ എന്തൊക്കെയാണ് ഇൻവെസ്റ്റിഗേഷൻസ് ഓഫ് ചോയ്സ്? നമുക്ക് ആദ്യം എക്സ്റേസ് തന്നെയാണ് നമ്മുടെ മെയിൻ ടൂൾ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഫുൾ ലെങ്ത് എക്സ്റേസ് എന്ന് പറയും. ഹിപ്പ് മുതൽ ആംഗിൾ വരെ സിംഗിൾ ഫിലിമിൽ എടുക്കുന്ന എക്സ്റേസ്. അതാണ് നമ്മളുടെ ഇപ്പോൾ ഒരു വർക്ക് ഹോൾസ് എന്ന് പറയുന്നത്. അതുമ്മ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ പ്ലാനിങ് പ്രൊസീജിയേഴ്സും ചെയ്യുന്നത്. ഞങ്ങളുടെ സർജറീസിൽ ഒരു 50% സർജറിക്ക് മുമ്പാണ് നടക്കുന്നത്. ലൈക്ക് പ്ലാനിങ്, എവറിത്തിങ് ഈസ് ബീങ് പ്ലാൻഡ്. 50% നമ്മുടെ എക്സിക്യൂഷൻ ഡ്യൂറിങ് ദ പ്രൊസീജിയർ, അല്ലെങ്കിൽ തിയേറ്ററിൻ്റെ ഉള്ളിൽ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാനിങ് പ്രോസസ്സിനെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന ഫുൾ ലെങ്ത് എക്സ്റേസ് ആണ്. പിന്നെ ചില സ്പെസിഫിക് സിറ്റുവേഷൻസിൽ നമ്മൾ CT MRI ഒക്കെ എടുക്കാറുണ്ട്. പക്ഷേ മേ ബി ഇൻ ഒരു 10% ഓഫ് പേഷ്യൻസ്. ബാക്കി 90%ലും നമുക്ക് എക്സ്റേ മാത്രം മതി. ഈ ആംഗിൾസ് മെഷർ ചെയ്യാൻ ഇപ്പോൾ സാറ് പറഞ്ഞു കുറച്ച് മാത്തമാറ്റിക്സ് ഈസ് റിക്വയർഡ്. ഡു യു യൂസ് എനി മാനുവൽ മെത്തേഡ് ഓർ ഇസ് ഇറ്റ് എനി സോഫ്റ്റ്വെയർ എനേബിൾഡ് ആംഗിൾ മെഷർമെൻറ്റ്? മേ ബി 2014 വരെ ഞാൻ മാനുവലായിട്ട് തന്നെയാണ് ചെയ്തിരുന്നത്. ഫുൾ ലെങ്ത് എക്സ്റേസ് എടുത്ത് അതിൽ നമ്മൾ പ്രൊട്രാക്ടറും സ്കെയിലൊക്കെ വെച്ച് വരച്ച് തന്നെയാണ് ചെയ്തിരുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു ഡിജിറ്റൽ എക്സ്റേസ് നമുക്ക് നല്ലോണം കിട്ടി തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ സോഫ്റ്റ്വെയർസും ഡെവലപ്പായി തുടങ്ങി. അപ്പോൾ റൈറ്റ് നൗ ഞാൻ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് ആകെയുള്ളത് നമ്മളുടെ പല സോഫ്റ്റ്വെയർസും ഈ മാക്കിൻടോഷിലേ വർക്ക് ചെയ്യുള്ളൂ, മാക്കിലേ വർക്ക് ചെയ്യുള്ളൂ, ആപ്പിളിൻ്റെ ലാപ്ടോപ്സിലേ വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ റീസെൻ്റ്ലി വിൻഡോസിൻ്റെ സോഫ്റ്റ്വെയർസും ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ റൈറ്റ് നൗ സോഫ്റ്റ്വെയർ അസിസ്റ്റഡ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഏർലിയർ മാനുവലായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ചില സിറ്റുവേഷൻസിൽ നമ്മൾ മാനുവലി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്. എക്സ്റേയുടെ പ്രിൻ്റ് എടുത്തൊന്ന് മാനുവലി ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്. ഇപ്പോൾ വൺസ് ഇപ്പോൾ പേഷ്യൻ്റ് അണ്ടർഗോസ് എ ഡിഫോമിറ്റി കറക്ഷൻ, ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണം? ഇതിനെന്തെങ്കിലും ഡ്യൂറേഷൻ ഉണ്ടോ? ഡസ് ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ദി എക്സ്റ്റെൻറ്റ് ഓഫ് ദി ഇഞ്ചുറി ഓർ ദ പ്രോബ്ലം? എക്സെപ്റ്റ് ഈ ഇൻഫെക്ഷൻ കേസസ്, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ഇൻഫെക്റ്റഡ് നോൺ യൂണിയൻസ്, അതിൽ മാത്രമാണ് പ്രോബബ്ലി ഒരു എക്സ്റ്റെൻഡഡ് സ്റ്റേ നമുക്ക് ആവശ്യമുള്ളത്. അതർവൈസ് ഒരു യൂഷ്വൽ പ്രോട്ടോകോള് Day 1 അഡ്മിഷൻ, Day 2 സർജറി, Day 5 ഡിസ്ചാർജ്, 5 days മാക്സിമം
ഇൻപേഷ്യൻ്റ് ആയിട്ട് കിടക്കേണ്ട ആവശ്യമുള്ളൂ. ആൻഡ് ഇത് ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യു ഹാവ് ടു സ്റ്റേ ആക്റ്റീവ് ആഫ്റ്റർ ദിസ്. നമ്മൾ ആക്റ്റീവ് അല്ലാതെ ബെഡ് റിഡൺ ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മളുടെ റിസൾട്ടുകൾ അതേപോലെ തന്നെ മോശമാവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളെല്ലാ ജോയിൻസും മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. റെഗുലറായിട്ട് ഒരു ഫിസിയോതെറാപ്പി പ്രോട്ടോകോൾ ഉണ്ടാവും, അത് ഫോളോ ചെയ്യണം. ക്ലീനിങ് ഡെയിലി ക്ലീൻ ചെയ്യണം. നടക്കണം ഡെയിലി, ലൈക്ക് സ്പെസിഫിക്കലി നമ്മൾ പറയും ഇത്രയും ഡിസ്റ്റൻസ് നടക്കണം. ഈ ഓർഡേഴ്സൊക്കെ കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 ഡേയ്സ് അഡ്മിഷൻ, അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഫോളോ ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ്. ആൻഡ് യു ഹാവ് ടു റിമെയിൻ ആക്റ്റീവ്. എൻ്റെ ഞാൻ ഓപ്പറേറ്റ് ചെയ്ത ചില കുട്ടികൾ 3rd വീക്ക് തൊട്ട് സ്കൂളിലേക്ക് പോയിട്ടുള്ളവരുണ്ട്. ആൻഡ് റീസെൻ്റ്ലി വി ഹാഡ് എ ഗൈനക്കോളജിസ്റ്റ് ഹു ഹാഡ് എ നീ റീകൺസ്ട്രക്ഷൻ. ഷീ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഫ്രം 4th വീക്ക്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സെൻറ്റർ ഉണ്ട്. സോ ഷീ സ്റ്റാർട്ടഡ് ഡൂയിങ് സർജറീസ്. അപ്പോൾ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെ എങ്ങനെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മളെ ഒരു രോഗിയായി ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ബട്ട് നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് നോട്ട് എ പെയിൻഫുൾ പ്രൊസീജിയർ. ഇപ്പോൾ നാട്ടിലെ ഏറ്റവും ഭയപ്പെടുന്ന ഒരു ഓർത്തോപെഡിക് പ്രോബ്ലം ഈസ് മുട്ട് തേയ്മാനം. എവ്രി വൺ ഈസ് വറിഡ്. എവ്രി വൺ ഈസ് സ്കേർഡ് ദാറ്റ് ഒരു ഓർത്തോപെഡീഷ്യൻ ഡോക്ടറുടെ അടുത്ത് പോയാൽ ഫസ്റ്റ് ഡോക്ടർ പറയുക നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ സാറ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു ഒരു നീ പ്രിസർവേഷൻ ടെക്നിക്. എന്താണ് എക്സാക്ട്ലി നീ പ്രിസർവേഷൻ? നമ്മളുടെ ഈ കോമൺ മാൻ്റെ ഇടയിലുള്ളൊരു ഈ തേയ്മാനം ഒരു വലിയ അസുഖമായിട്ട് എടുക്കുന്ന ഒരു ഇതുണ്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ വരുന്ന പേഷ്യൻസിനോട് പറയുന്നത് തേയ്മാനം ഒരു നോർമൽ ഏജിങ് പ്രോസസ്സാണ്. നമ്മൾ ലൈക്ക് ഗ്രേ ഹെയർ വരുന്ന പോലെ, മുടി നരയ്ക്കുന്ന പോലെയുള്ള ഒരു ചേഞ്ച് തന്നെയുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറേ റീസൺസ് മെക്കാനിക്കലാണ്. ലൈക്ക് നമ്മുടെ ഈ കാലിൻ്റെ അലൈൻമെൻറ്റ് പോയി കിടക്കുക, അതാണ് ബേസിക്കലി. ടയർ അലൈൻമെൻറ്റ് പോലെ തന്നെ കാലിൻ്റെ അലൈൻമെൻറ്റ് നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഫുൾ ലെങ്ത് എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ഒരു 3 to 4 ഡിഗ്രീസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ 8 to 12 ഡിഗ്രീസ് വരെ ഉണ്ടാവാം. ഈ ബെൻഡാണ് ബേസിക്കലി നമ്മൾ തേയ്മാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ തേയ്മാനം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് മുട്ടിൻ്റെ ഒരു സൈഡ് മാത്രം തേഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇനീഷ്യൽ പീരീഡിൽ നമുക്ക് ഫിസിയോതെറാപ്പി മാത്രം വെച്ച് കുറേ പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ട്രീറ്റ്മെൻറ്റ്. പക്ഷെ ആ സ്റ്റേജിൽ പലപ്പോഴും നമ്മുടെ അടുത്തോട്ട് പേഷ്യൻസ് എത്തുന്നില്ല. ചെറിയ നീ പെയിനൊക്കെ വെച്ച് ഒരുവിധം എല്ലാവരും അവർ നോർമൽ ആക്ടിവിറ്റീസ് ചെയ്തു പോകുന്നു. ലിമിറ്റേഷൻ വരുമ്പോഴാണ് നമ്മുടെ അടുത്തോട്ട് എത്തുന്നത്. നമ്മുടെ അടുത്തോട്ട് എത്തുന്നത് നമ്മൾ ബ്രോഡ്ലി പറയുകയാണെങ്കിൽ ഇതിനൊരു 3 കാറ്റഗറിയാണ്. ഫസ്റ്റിൽ എക്സ്റേ ചേഞ്ചസ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ, സെക്കൻഡിൽ ഒരു ചെറിയ കോർണർ അല്ലെങ്കിൽ ഒരു ചെറിയ ഏരിയ, ബേസിക്കലി പകുതി വരെ, ഹാഫ് വരെ തേയ്മാനം വന്നിരിക്കുന്ന ഒരവസ്ഥ. അത് കഴിഞ്ഞിട്ടുള്ളത് കംപ്ലീറ്റ്ലി നീ ഡാമേജ് ആയി പോകുന്ന ഒരവസ്ഥ. ഈ കംപ്ലീറ്റ്ലി ഡാമേജ് ആയി പോകുന്ന അവസ്ഥയിൽ നമുക്ക് ഈ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് ചെയ്ത് തന്നെ മതിയാവുള്ളൂ. ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് തന്നെ മതിയാവുള്ളൂ. പക്ഷേ ഐഡിയലി അതെപ്പോഴും ഒരു 65+ പുഷ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം റിവിഷൻ ചെയ്യേണ്ടി വന്നാൽ, അതായത് ഒരു വെക്കുന്ന നീക്കൊരു ഏജ് ഉണ്ട്, അതും കൂടെ പോയി കഴിയുമ്പോൾ രണ്ടാമത് നീ റീപ്ലേസ്മെന്റ് ചെയ്യേണ്ടി വന്നാൽ അതിന്റെ റിസൾട്ട്സ് നമ്മൾ ഈ പറയുന്ന അത്ര പ്രഡിക്റ്റബിൾ അല്ല. 50-50 തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രൈമറി റീപ്ലേസ്മെന്റ് ഒരു എക്സലന്റ് സർജറി തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല, പ്രൊവൈഡഡ് അത് ഇൻഡിക്കേറ്റഡ് സിറ്റുവേഷനിൽ ചെയ്തു കഴിഞ്ഞാൽ. അപ്പോൾ ഈ യൂണി കമ്പാർട്ട്മെന്റൽ നീ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഹാഫ് മാത്രം, മുട്ടിന്റെ ഒരു പകുതി മാത്രം തേഞ്ഞു പോയ സിറ്റുവേഷനിൽ നമുക്ക് ഈ നമ്മുടെ നീയെ തന്നെ പ്രിസർവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ആകെ ചെയ്യുന്നത് കാലിന്റെ അലൈൻമെന്റ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എവിടെയാണോ കാല് ബെൻഡ് ചെയ്ത് പോയിരിക്കുന്നത് ആ ബെൻഡ് ചെയ്ത സ്ഥലം ബോൺ കട്ട് ചെയ്ത് സ്ട്രൈറ്റൻ ഔട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരു പേടിയുണ്ട്, ബോൺ കട്ട് ചെയ്ത് ശരിയാക്കുക എന്ന് പറയുമ്പോൾ ഒരു ഫ്രാക്ചർ സിറ്റുവേഷൻ പോലെയാണ്. പക്ഷെ നമുക്ക് ഒരിക്കലും ഒരു എല്ലൊടിയുന്ന പോലെയല്ല ഒരു സർജൻ ബോൺ കട്ട് ചെയ്യുന്ന സമയത്ത്. വളരെ ഡെലിക്കേറ്റ് ആയിട്ടാണ് നമ്മളത് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഹീലിംഗ് ഇഷ്യൂസ് ഒരിക്കലും ഉണ്ടാവില്ല. ഈ ബെൻഡ് മുട്ടിന് മേലെയാണെങ്കിൽ നമ്മൾ യൂഷ്വലി പ്ലേറ്റ്സ് വെച്ചിട്ടാണ് കറക്റ്റ് ചെയ്യുക. മുട്ടിന് താഴെയാണെങ്കിൽ എക്സ്റ്റേണൽ ഫിക്സേറ്റർ വെച്ചിട്ടാണ്. അതിൽ ഈ എക്സ്റ്റേണൽ ഫിക്സേറ്റർ എന്ന് പറയുന്നത് തന്നെ റിങ് വെച്ചിട്ടല്ല. പ്രിൻസിപ്പിൾസ് നമ്മൾ റിങ്ങിൻ്റെയാണ് യൂസ് ചെയ്യുക, നേരത്തെ പറഞ്ഞ ആംഗിൾസും കാര്യങ്ങളൊക്കെ. പക്ഷെ കാലിൻ്റെ ഒരു സൈഡിൽ മാത്രമുള്ള ഒരു ചെറിയ, നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ആക്ച്വലി പുറത്ത് കാണാത്ത ടൈപ്പ് ചെറിയ ഫിക്സേറ്റർ വെച്ചിട്ടാണ് ഈ നീ പ്രിസർവേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നീ പ്രിസർവേഷൻ ചെയ്യുന്നവരുടെ ഉദ്ദേശം അറ്റ്ലീസ്റ്റ് ഒരാൾക്കൊരു നീ റീപ്ലേസ്മെന്റ് ആവശ്യം വരികയാണെങ്കിൽ മേ ബി ആഫ്റ്റർ 65 or 70 years, അല്ലെങ്കിൽ ഒരാൾക്ക് ചിലപ്പോൾ റീപ്ലേസ്മെന്റ് ആവശ്യം വന്നില്ല എന്ന് വരും. നമ്മൾ കണ്ടിട്ടുള്ള ഫോളോ അപ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഫോളോ അപ്പ് എനിക്ക് 14 years വരെയുള്ള ഫോളോ അപ്പ് ഉണ്ട്. അവർക്കൊന്നും റീപ്ലേസ്മെന്റ് ആവശ്യം വന്നിട്ടില്ല. ഞാൻ പഠിച്ച സ്ഥലത്ത് ഡോക്ടർ മംഗൽ പരിഹാറിൻ്റെ അവിടെ 25+ yearsന്റെ ഫോളോ അപ്പ് ഉണ്ട്. അവർക്ക് റീപ്ലേസ്മെന്റ് ആവശ്യം വന്നിട്ടില്ല. പക്ഷേ ചെറിയൊരു പെർസെൻറ്റേജ് ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി റീപ്ലേസ്മെന്റ് ആവശ്യം വരും. പക്ഷെ ആവശ്യം വരികയാണെങ്കിലും അത് ലേറ്റ് ആക്കി കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഈ നീ പ്രിസർവേഷൻ സർജറി കൊണ്ട് സാധിക്കാൻ പറ്റും. ഡെഫിനറ്റ്ലി നമ്മളുടെ ഒരു റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു പാർട്ട് ഊരിക്കളഞ്ഞ അടുത്ത പാർട്ട് വയ്ക്കുന്നതാണ്.
അപ്പോൾ അത് ഡെഫിനറ്റ്ലി നമ്മളുടെ ഇൻഹറൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ നേറ്റീവ് നീയേക്കാളും ഡെഫിനറ്റ്ലി അത് ഇൻഫീരിയർ തന്നെയായിരിക്കും. മാത്രമല്ല ലൈക്ക് ആസ് എൻ ഓർത്തോപെഡിക് സർജൻ ആദ്യം തന്നെ റീപ്ലേസ്മെൻറ്റ് ഇപ്പം എൻ്റെ കാല് പോകേണ്ടി വന്നാൽ ഞാൻ ഒരിക്കലും ചിലപ്പോൾ തയ്യാറായി എന്ന് വരില്ല. കാരണം വളരെ ചെറിയൊരു സബ്സെറ്റിലെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് നമ്മൾ കാണുന്നുള്ളൂ എന്നുണ്ടെങ്കിലും ആ കോംപ്ലിക്കേഷൻസ് ആർ സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പർലി ഇപ്പോൾ ഒരു ഫുള്ളി ഡാമേജ്ഡ് എല്ലാ കമ്പാർട്ട്മെൻറ്റും പോയി കിടക്കുന്ന ഒരു നീക്ക് ഡെഫിനറ്റ്ലി റീപ്ലേസ്മെൻറ്റ് തന്നെയാണ് ഓപ്ഷൻ. ഞാൻ റീപ്ലേസ്മെൻറ്റ് ചെയ്യാത്ത ആളല്ല, ചെറിയ നമ്പർ ഓഫ് പേഷ്യൻസിന് നമ്മൾ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇത്തരം ഇൻഡിക്കേറ്റഡ് കേസുകളിലാണെന്ന് മാത്രം. ഈ നീ പ്രിസർവേഷൻ സർജറികൾ പണ്ട് കാലത്ത് വളരെയധികം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. പിന്നെ റീപ്ലേസ്മെൻറ്റ് വന്നതിന് ശേഷം അത് താഴോട്ട് പോയി. ഇപ്പോൾ വീണ്ടും കാര്യങ്ങൾ പൊന്തി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റീകൺസ്ട്രക്ഷൻ സർജറി ഡെഫിനറ്റ്ലി ഹാസ് എ റോൾ ഇൻ ഈ പറയുന്ന എല്ല് തേയ്മാനം അല്ലെങ്കിൽ ഓസ്റ്റിയോആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. സോ എൻ്റെ ഒരു പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എനി പേഷ്യൻ്റ് ഓഫ് അബൌട്ട് 60 to 65 ക്യാൻ കൺസിഡർ എ നീ റീപ്ലേസ്മെൻറ്റ്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഒരു യങ്ങർ ലേഡി ഓർ എ യങ്ങർ മാൻ അറൌണ്ട് ദി ഏജ് ഓഫ് 40-45 ദേ ആർ ഇപ്പോൾ ഗൂഗിളിൽ നോക്കി നെറ്റിൽ നോക്കി ദേ മേ കം വിത്ത് എ പ്രിയംറ്റീവ് ഡയഗ്നോസിസ് ദാറ്റ് മുട്ടും വേദന മാറ്റാനായിട്ട് നീ റീപ്ലേസ്മെൻറ്റ് ആയിരിക്കാം ഫൈനൽ ഓപ്ഷൻ. ഈസ് നീ റീപ്ലേസ്മെൻറ്റ് ഓക്കെ ഫോർ എൻ ഏജ് ഓഫ് 45+? ഒരിക്കലും അതൊരു ഫസ്റ്റ് ചോയ്സ് അല്ല. 45 നീ റീപ്ലേസ്മെൻറ്റ് ഒരിക്കലും ഒരു ഫസ്റ്റ് ചോയ്സ് അല്ല. പക്ഷേ ചില സിറ്റുവേഷൻസ് ഉണ്ട്, ലൈക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, നമ്മൾ ഈ വാദം എന്ന് പറയുന്ന കോമൺ ടേമിൽ വാദം എന്ന് പറയുന്ന സംഗതി, അതിൽ റീപ്ലേസ്മെൻറ്റ് ചിലപ്പോൾ നമുക്ക് ഏർലിയർ ഏജസിലൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം. ഈവൺ mid-20s വരെ ചെയ്യേണ്ട സിറ്റുവേഷൻ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു നോർമൽ വാദമൊന്നും ഇല്ലാത്ത ഒരാളിൽ ബിഫോർ 60-65 റീപ്ലേസ്മെൻ്റ് ഒരു ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഒരിക്കലും നമ്മൾ കാണാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ചില സിറ്റുവേഷൻസിലുണ്ടാവും, അതായത് ഇപ്പോൾ കംപ്ലീറ്റ്ലി നീ ഡാമേജ്ഡ് ആയിപ്പോയി, ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ മോശമായി, നടക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് തന്നെ മതിയാവുള്ളൂ. പക്ഷേ അതൊരു ചെറിയൊരു പെർസെൻറ്റേജ് പേഷ്യൻസ് മാത്രമാണ്. കൂടുതലും ഒരു കമ്പാർട്ട്മെൻറ്റ് മാത്രം അല്ലെങ്കിൽ മുട്ടിൻ്റെ ഒരു സൈഡ് മാത്രം തേഞ്ഞു പോയിട്ടുള്ള ആൾക്കാരാണ് ഈ നീ പെയിനുമായിട്ട് ഈ ഏജ് ഗ്രൂപ്പിൽ നമ്മുടെ അടുത്തോട്ട് വരുന്നത്. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലാണെങ്കിൽ ഞാൻ ചെയ്ത യങ്ങസ്റ്റ് പേഷ്യൻറ്റ് 18 വയസ്സുള്ള ഒരു പയ്യനാണ്. കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ബെൻഡ് കാലിനുണ്ടായിരുന്നു. ഓൾഡസ്റ്റ് പേഷ്യൻറ്റ് 72 ആണ്. 72 ഏജുള്ള ഒരു ലേഡി, അവരുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ജോലി എന്ന് പറയുന്നത് അവർക്ക് ഡെയിലി പശുവിനെ കറക്കണം. അപ്പോൾ അതിന് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് നീ റീപ്ലേസ് ചെയ്താൽ പറ്റില്ല. എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഒരു ചെറിയൊരു ഏരിയ മാത്രമേ ഡാമേജ് ആയി പോയിട്ടുള്ളൂ. അപ്പോൾ നമ്മളതിനെ റീകൺസ്ട്രക്ട് ചെയ്ത് കൊടുത്തു, നീ റീകൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കൊടുത്തു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 2014 ഞാനത് ചെയ്തത്. അത് കഴിഞ്ഞൊരു 5 years വരെ എനിക്ക് ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ അവർ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഷീ മൈറ്റ് ബി ക്വൈറ്റ് ഓൾഡ് നൗ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർ കോൺടാക്ട് ചെയ്യാതിരുന്നത്. എനിവേ ഒരു റീപ്ലേസ്മെൻറ്റിലോട്ട് പോയിട്ടില്ല. കാരണം പോയി എന്നുണ്ടെങ്കിൽ ആദ്യം അറിയുന്നത് ഡെഫിനറ്റ്ലി ഞാൻ തന്നെയായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഇമോഷണൽ കണക്ഷൻ ഉള്ളത് കൊണ്ട് അവരുടെ വീട്ടിലെ പല ഇപ്പം നോൺ ഓർത്തോപെഡിക് അസുഖങ്ങൾക്ക് പോലും നമ്മളോട് എൻക്വയറി ചെയ്തിട്ട് അവർ ഏതെങ്കിലും ഒരു അടുത്ത സ്റ്റേജിലോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി യങ്ങർ ഏജ് ഗ്രൂപ്പിൽ റീകൺസ്ട്രക്ഷൻ തന്നെയായിരിക്കണം, അല്ലെങ്കിൽ നീ പ്രിസർവേഷൻ തന്നെയായിരിക്കണം ഫസ്റ്റ് ചോയ്സ്. അത് കഴിഞ്ഞിട്ടേ നമ്മളൊരു റീപ്ലേസ്മെൻറ്റിനെ പറ്റി ആലോചിക്കാൻ പാടുള്ളൂ ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഒരാൾ നീ പ്രിസർവേഷൻ ടെക്നിക്കിന് സാറിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തു, വാട്ട് ഈസ് ദ ടൈം ഡ്യൂറേഷൻ യു ക്യാൻ ഗ്യാരണ്ടി ഇത്രയും വർഷം മിനിമം യു ക്യാൻ സേവ് യുവർ നീ? അത് ഡെഫിനറ്റ്ലി ഒരു 10 to 15 years സർവൈവ് ചെയ്യും. സോ ഏതൊരു പ്രൊസീജിയർ ഓൾവേസ് ഹാസ് സർട്ടൻ കോംപ്ലിക്കേഷൻസ്. എല്ലാം അഡ്വാൻറ്റേജസ് മാത്രമല്ല, ഈ ഒരു പ്രൊസീജിയർ നീ പ്രിസർവേഷനിൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് എക്സ്പെക്ട് ചെയ്യാം? കോംപ്ലിക്കേഷൻസ് ഡെഫിനറ്റ്ലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ സർജറീസിനും ഉണ്ട്. അതുള്ള പോലെ തന്നെ ഒരു 2 to 3% കോംപ്ലിക്കേഷൻ റേറ്റ്സ് നമ്മൾ ഇതിലും ആൻറ്റിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. പലപ്പോഴും ഉണ്ടാവാറില്ല, വളരെ റെയറായിട്ടേ ഉണ്ടാവാറുള്ളൂ. ഒന്ന്, നമ്മൾ ഈ ബോൺ ഹീലിങ്ങിന് വരുന്ന ഡിഫിക്കൽട്ടി. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ് ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, 1 millimeter per day വെച്ചിട്ട് ചെയ്യുന്നത്. അത് ചിലർ അത് മനസ്സിലാവാതെ കൂടുതൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പം അങ്ങനെ കൂടുതൽ ചെയ്യുന്ന സിറ്റുവേഷനിൽ ബോൺ ഹീലിങ്ങിന് ഡിലേ വരുന്ന അവസരങ്ങളുണ്ടാവും. നമ്മൾ ഈ ഫിക്സേറ്റർ, അതായത് കാലിൽ ഫിക്സേറ്റർ റീറ്റെയിൻ ചെയ്യുന്ന ആവറേജ് ടൈം 3.5 months എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ 1-2 പേഷ്യൻസിന് 5.5 months വരെ റീറ്റെയിൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതാണ് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത്, ഈ ഹീലിംഗ് ഡിലേ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ പിൻസ് നമ്മളിടുന്ന ഈ ബോണിലേക്ക് കണക്ട് ചെയ്യുന്ന, ഫിക്സേറ്ററിനെ കണക്ട് ചെയ്യുന്ന പിന്നുകളുണ്ട്. ആ പിന്നിൽ വരുന്ന ചെറിയ ഇൻഫെക്ഷൻസ്, അത് പക്ഷേ യൂഷ്വലി ഗുളികകൾ കഴിച്ചാൽ ഒരു മാക്സിമം 4 to 5 days ടാബ്ലറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ സെറ്റിൽ ചെയ്യാവുന്ന ടൈപ്പ് ഇൻഫെക്ഷൻസേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഈ 2 issues ആണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട്
കോമൺ ആയിട്ടുള്ള കാണുന്ന 2 കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇതിലപ്പുറമുള്ള കോംപ്ലിക്കേഷൻസ് തിയററ്റിക്കലി കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഞരമ്പുകൾക്ക് വരുന്ന ചെറിയ നീർക്കെട്ട്, വിരലുകൾ അനക്കാനുള്ള പ്രയാസം, കാലിൽ വരുന്ന തരിപ്പ്, ഇതൊക്കെ തിയറി നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും പ്രാക്ടിക്കലി വളരെ അപൂർവമായിട്ട് മാത്രമേ കാണാറുള്ളൂ. പിന്നെയുള്ളത് ചിലർ ഈ സ്പീഡിൽ തിരിക്കുന്നതിന് പകരം സ്ലോ ആയിട്ട് തിരിക്കും. സ്ലോ ആയിട്ട് തിരിക്കുമ്പോൾ അവിടെ ഹീലിംഗ് വളരെ സ്പീഡിൽ ഹീൽ ചെയ്യും. ഇതിനെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ളൊരു അവസരം കിട്ടുന്നില്ല. അങ്ങനെ വരുന്ന അവസരങ്ങളിൽ ചിലപ്പോൾ രണ്ടാമത് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയ ബോൺ വീണ്ടും കട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരാറുണ്ട്. ഇതിൽ ഈ ഹീലിംഗ് ഡിലേയും കട്ട് ചെയ്യേണ്ടി വരുന്നതും എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിട്ട്. ഇപ്പോൾ ഇതൊക്കെ പേഷ്യൻറ്റിന് മനസ്സിലാക്കാൻ സംതിങ് റിയലി ഇമ്പോർട്ടൻ്റ് ഇസ് കമ്മ്യൂണിക്കേഷൻ. ഹൗ മച്ച് ടൈം ഡു യു സ്പെൻഡ് ഒരു പേഷ്യൻ്റ് ഇതിൻ്റെ പറ്റി പ്രൊസീജിയർ പറയാനും ഡു യു ഈവൻ എക്സ്പ്ലെയിൻ കോംപ്ലിക്കേഷൻസ് ഇൻ യുവർ കൗൺസിലിംഗ്? യെസ്, കോംപ്ലിക്കേഷൻസ് നമ്മൾ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഫോണിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ ഫോണിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി ഇൻഫർമേഷൻ മാത്രമേ അതിൽ കിട്ടുന്നുള്ളൂ. ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ മാത്രമായിരിക്കും പലപ്പോഴും പേഷ്യൻസിന് കിട്ടുന്നത്. കോംപ്ലിക്കേഷൻസ് ഉണ്ടായിക്കൂടായില്ല, പക്ഷെ ദർ ഇസ് ഓൾവേസ് എ വേ ടു ടൈഡ് ഓവർ ഈ കോംപ്ലിക്കേഷൻസ്. നമുക്ക് അതിനെ അതിജീവിക്കാൻ മാർഗങ്ങളുണ്ട്. അത് പലപ്പോഴും ആരും ഹൈലൈറ്റ് ചെയ്യുന്നില്ല. നമ്മൾ തന്നെ കാണാം, മീഡിയയിൽ പലപ്പോഴും കാണുന്നത് കോംപ്ലിക്കേഷൻസിനെ വല്ലാതെ പൊന്തിച്ച് കാണുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ കോംപ്ലിക്കേഷൻസ് നമ്മൾ ഡെഫിനറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ വേണം. രണ്ടാമത്തെ കാര്യം, ഒരു പേഷ്യൻറ്റിനെ എനിക്ക് കൗൺസിൽ ചെയ്യണമെങ്കിൽ ഐ യൂഷ്വലി ടേക്ക് 45 minutes to 1 hour. എന്നാൽ മാത്രമേ A to Z എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ തുടക്കത്തിലൊക്കെ നമ്മൾ ഫേസ് ചെയ്തിരുന്ന ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇത്രയും നേരം ഇരിക്കുമ്പോൾ അപ്പോൾ നമ്മളൊരു ഡെഫിനറ്റ്ലി നമ്മൾ കോംപ്ലിക്കേഷൻസ് ലിസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് പേഷ്യൻറ്റിനെ നഷ്ടപ്പെടാൻ കാരണമായേക്കാം. പക്ഷെ അതൊരു 10% ആണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ബാക്കി 90% നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. പലപ്പോഴും നമ്മൾ ആസ് എ ഡോക്ടേഴ്സ് ഫെയിൽ ചെയ്യുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ആസ്പെക്റ്റിലാണ്. പല കാര്യങ്ങളും നമ്മൾ കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ട്രെയിനിങ് പീരീഡ് മുതൽ തന്നെ, ഇപ്പോൾ ബോംബെയിൽ ഞാൻ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് മുതൽ നമുക്ക് തരുന്ന സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷനാണ്, നമ്മളെല്ലാ കാര്യങ്ങളും ലിസ്റ്റ് ചെയ്ത് അത് അവരെ കൊണ്ട് എഴുതിപ്പിച്ച് വായിച്ച് അവർ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തിങ്സ് ആർ മച്ച് ഈസിയർ ഫോർ അസ്. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ഇതുപോലെ എല്ലാം പറഞ്ഞു കൊടുത്തൊരു പേഷ്യൻറ്റിനെ ഞാൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി. ഒരു കൺജനിറ്റൽ അനോമലി കാരണം വന്നിട്ടുള്ള ഒരു ആർത്രൈറ്റിക് ചേഞ്ച് ഉള്ള ഒരു പേഷ്യൻ്റാണ്. ലൈക്ക് അവർ വരുന്നത് എൻ്റെ അടുത്ത് സർജറിക്ക് 45 years ഏജിലാണ്. പക്ഷെ അവർക്ക് ചൈൽഡ്ഹുഡ് മുതൽ ഈ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ സർജറിക്ക് വന്നു കഴിഞ്ഞ് നമ്മൾ എല്ലാം കഴിഞ്ഞ് സർജറിയുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എത്തുമ്പോഴാണ് കാലിലോട്ടുള്ള ബ്ലഡ് ഫ്ലോൻ്റെ അളവ് കുറച്ച് കുറവായിട്ട് കാണുന്നു. അപ്പോൾ അന്നേരം നമുക്ക് സർജറി അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് താഴെ നമ്മൾ കൊണ്ടുപോയി അവരെ റേഡിയോളജിയിൽ കൊണ്ടുപോയി ബ്ലഡ് ഫ്ലോ ടെസ്റ്റ് ചെയ്യാൻ ഡോപ്ലർ ചെയ്ത് നോക്കണം. ഡോപ്ലർ ചെയ്ത് നോക്കാൻ പോകുമ്പോൾ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഇപ്പോൾ സപ്പോസ് ഞാൻ പ്രിയോപ്പ് ഇത്രയും കൗൺസിൽ ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കാല് ധരിപ്പിച്ചിട്ട് സ്പൈനൽ അനസ്തീഷ്യയിലാണ് പേഷ്യൻ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അവർ കേൾക്കുന്നുണ്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്തേക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയപ്പോൾ അവർ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചാണ്, സാറേ കാലിൽ രക്തോട്ടം കുറച്ച് കുറവുണ്ട്, അത് ടെസ്റ്റ് ചെയ്യണം. അതല്ലേ സാർ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ, അപ്പോൾ നമുക്ക് പോയി ടെസ്റ്റ് ചെയ്തിട്ട് വരാം. ഞാൻ പറഞ്ഞു, ഇനിയുള്ള സർജറി ഞാൻ ഇന്ന് ചെയ്യില്ല, കാരണം ഫിക്സേറ്റർ ഇട്ട് കഴിഞ്ഞു, ഇനി എനിക്ക് ബോൺ കട്ട് ചെയ്യാൻ മാത്രമേ ബാക്കിയുള്ളൂ. അതിൻ്റെ ജസ്റ്റ് മുമ്പേ ആണിത് കാണുന്നത്. അപ്പോൾ നമ്മൾ ഡോപ്ലറിൽ കൊണ്ടുപോയി അത് കഴിഞ്ഞ് CT ആൻജിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ കാണുന്ന ഒരു കാര്യം, ഇപ്പോൾ നമുക്ക് ഒരു ഡോക്ടർക്കാണെങ്കിൽ മനസ്സിലാവും, ഇവിടുത്തെ നമ്മുടെ കാലിലോട്ടുള്ള രക്തക്കൊഴൽ 2ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ മുട്ടിൻ്റെ അടിയിൽ വെച്ച്. ഈ ഡിവിഷൻ ഈ പേഷ്യൻറ്റിൽ ഒരു 8 സെൻറ്റിമീറ്റർ താഴെ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ കാൽക്കുലേഷനിൽ ഒരു ചെറിയ ഇത് വന്ന് ആ രക്തോട്ടത്തിനൊന്നും സംഭവിച്ചില്ല, ചെറുതായിട്ട് അവിടെ ഒന്ന് ഒരു കംപ്രഷൻ വന്നു. അത് നമ്മൾ റിലീവ് ചെയ്ത് കഴിഞ്ഞാൽ ഡോപ്ലർ സ്റ്റഡി ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ തന്നെ അത് റിലീവ് ചെയ്തു, ബ്ലഡ് ഫ്ലോ ഓക്കെ ആയി, പേഷ്യൻ്റ് ഓക്കെ ആയി. പക്ഷെ ആ ഒരു സ്ട്രെസ് പീരീഡ് ആയതുകൊണ്ട് നമ്മൾ ആ സർജറിയുടെ ബാക്കി നെക്സ്റ്റ് ഡേ ആണ് ചെയ്തത്. സോ യു ഓൾവേസ് എക്സ്പ്ലെയിൻ? ഐ ഓൾവേസ് എക്സ്പ്ലെയിൻ, കാരണം അത് ഒരു ഇന്റഗ്രൽ പാർട്ട് തന്നെയാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് ഉള്ളൊരു അഡ്വാൻറ്റേജ് നമ്മുടെ സ്ട്രെസ് കുറവാണ്. ലൈക്ക് നമുക്ക് ആർക്കും ഒരു കോംപ്ലിക്കേഷൻ സംഭവിക്കാം. നമ്മൾ ആസ് എ സർജൻ നമ്മളെല്ലാം 100% ശരിയാക്കുന്ന ഒരാളാണെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, പക്ഷെ ആ കോംപ്ലിക്കേഷൻസ് പേഷ്യൻറ്റും കൂടി അറിഞ്ഞിരുന്നുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു വിധത്തിലുള്ള എല്ലാ കോംപ്ലിക്കേഷൻസിനും നമുക്ക് ഇന്ന് സൊല്യൂഷൻസ് ഉണ്ട്. സൊല്യൂഷൻസ് ഇല്ലാത്ത കോംപ്ലിക്കേഷൻസ് വളരെ വളരെ റെയർ ആയിട്ട് മാത്രമേ നമുക്ക് ഉണ്ടാവുന്നുള്ളൂ. അത് അവർ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് മച്ച് ഈസിയർ ഫോർ അസ് ടു എക്സ്പ്ലെയിൻ. ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായി
നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നേരത്തെ അത് Correct. എക്സ്പ്ലെയിൻ ചെയ്യുക. എനിക്ക് തോന്നുന്നു that also builds a trust among the patient-doctor relationship. So now I would like to know, അന്ന് രാത്രി ഈ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായി, what went through you that night? അങ്ങനെ ഒരു രാത്രിയല്ല, കുറെ രാത്രികളുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. സി എവറി കോംപ്ലിക്കേഷൻ ഇസ് എ സ്ട്രെസ്, അതിൽ സംശയമൊന്നുമില്ല. പിന്നെ നമ്മളുടെ മൊറയിൽ വല്ലാതെ താഴോട്ട് കൊണ്ടുപോകുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. ലൈക്ക് ആസ് എ ഡോക്ടർ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് സ്ട്രെസ് സിറ്റുവേഷൻസ്. ഇപ്പോൾ ഈ പറയുന്ന കോംപ്ലിക്കേഷനേക്കാൾ എനിക്ക് സ്ട്രെസ് ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഈ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തൊരു കോംപ്ലിക്കേഷൻ, അത് വന്നു, അതിൻ്റെ സൊല്യൂഷൻ അന്ന് തന്നെ വിത്തിൻ ഹാഫ് ആൻ അവർ നമ്മൾ ഉണ്ടാക്കി, എവറിത്തിങ് ഇസ് ഫൈൻ, ഓക്കെ. നമ്മൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു രക്തോട്ടത്തിന്റെ പ്രോബ്ലം ആയതുകൊണ്ട് ഫോർ ദ നെക്സ്റ്റ് 48 hours വി ഹാവ് ടു ബി കോഷ്യസ്, സംശയമൊന്നുമില്ല. അപ്പൊ അതും അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് നമ്മളത് ചെയ്തു. പക്ഷെ നമ്മൾ ഒരിക്കലും ആൻറ്റിസിപ്പേറ്റ് ചെയ്യാത്ത ചില സിറ്റുവേഷൻസ് വരും. ലൈക്ക് ഞാൻ ഈ സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട്, ആൻഡ് ഐ തിങ്ക് ഈ ഒരു സിറ്റുവേഷൻ ഇപ്പം നമ്മളിത് കാണുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു സിറ്റുവേഷൻ കൂടിയാണ്. എൻ്റെ മകൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഡേ ഞാൻ ക്ലിനിക്കിൽ ഇരിക്കുകയാണ്. ലൈക്ക് ഈവനിങ് വീട്ടിലൊരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്, ഒരു 30 ആൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു 6 months ബാക്ക് ഞാനൊരു ഈ കാലിൻ്റെ കണ്ണിയിൽ വരുന്ന മാലിയോളാർ ഫ്രാക്ചർ, വളരെ ചെറിയ സർജറി, ആങ്കിൾ ഫ്രാക്ചർ, അതിലൊരു സ്ക്രൂ ഇട്ടിട്ടുള്ളൊരു പേഷ്യൻറ്റ്. ഫ്രാക്ചർ ഹീൽഡ് 6 months മുമ്പെയാണ്. സംഹൗ 6 months കഴിഞ്ഞപ്പോൾ അതിലൊരു ചെറിയ ഇൻഫെക്ഷൻ വന്നു. അത് ഇറ്റ്സ് നോട്ട് എ സർജൻ ഇൻഡ്യൂസ്ഡ് മിസ്റ്റേക്ക്. ഒരു ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എപ്പോൾ വേണമെങ്കിൽ എനിക്കും വരാം, നിങ്ങൾക്കും വരാം, ആർക്കും വരാം. ഒരു മോബ് ഓഫ് 25 people came and locked me up in a room, my clinic, and I was not able to reach my home in time. 2.5, 3 hours I was inside that. ഒന്നുമില്ല, ആ സ്ക്രൂ റിമൂവ് ചെയ്താൽ തീരാവുന്ന പ്രോബ്ലം മാത്രമേ ഉള്ളൂ. കാരണം ഫ്രാക്ചർ ഇസ് ഹീൽഡ് കംപ്ലീറ്റ്ലി, പേഷ്യൻ്റ് ഇസ് ഫങ്ഷണലി ഡൂയിങ് വെരി വെൽ. നമ്മൾ ഇതിനേക്കാൾ വലിയ കോംപ്ലിക്കേഷൻസ് കാണുന്നുണ്ട് പല സിറ്റുവേഷൻസ്. അപ്പൊ ഇത്തരത്തിലുള്ള സ്ട്രെസ്സുകൾ വരുന്ന സമയത്ത് യു ഫീൽ ഡിസ്റ്റർബ്ഡ്. പക്ഷെ ആസ് യു ഗെയിൻ മോർ ആൻഡ് മോർ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് നമ്മൾ കുറേയും കൂടിയും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മേ ബി അതിൽ നിന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. സോ സ്ട്രെസ് ഇസ് ഡെഫിനറ്റ്ലി ദർ. പ്രത്യേകിച്ച് ലിസറോ ആവുമ്പോൾ സ്ട്രെസ് ഇസ് ഡെഫിനറ്റ്ലി ദർ. പിന്നെ സെക്കൻഡ് ഒരു സിറ്റുവേഷൻ ഉണ്ടായത്, ഞാൻ ഈ ലിംബ് റീകൺസ്ട്രക്ഷൻ ചെയ്ത ഒരു പേഷ്യൻറ്റ്, ലൈക്ക് ലെങ്തനിങ് ചെയ്ത ഒരു ബർത്ത് ഡിഫോമിറ്റിക്ക് ലെങ്തൻ ചെയ്ത ഒരു പേഷ്യൻറ്റ്, ലെങ്തനിങ് കഴിയുന്ന സ്റ്റേജിൽ എത്തുമ്പോൾ ഒരു ദിവസം കാലത്ത് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ദറ്റ് മൈ ഫുട്ട് ഇസ് ടേണിങ് റെഡ്. കാലിൻ്റെ മുട്ടിന് താഴോട്ടുള്ള ഭാഗം റെഡ് ആവുന്നു, ഇറ്റ് ഈസ് ബിക്കമിങ് ഡാർക്ക്. ആ ഒരു കോംപ്ലിക്കേഷൻ ഞാൻ ഇന്നേ വരെ വായിച്ചിട്ടില്ല. ഇറ്റ്സ് നോട്ട് ദർ ഇൻ ലിറ്ററേച്ചർ ഓൾസോ. ഞാൻ ഇതിൻ്റെ കുറേ ഗ്രൂപ്പ്, നമുക്ക് എല്ലാം ഓൺലൈൻ നമുക്ക് ഡിസ്കഷൻ ഫോറംസ് ഉണ്ട്, ഗ്രൂപ്പ്സ് ഉണ്ട്, ഇതിലൊക്കെ നമ്മൾ അത് ഒരു 2 days കഴിഞ്ഞപ്പോൾ സെറ്റിൽ ചെയ്ത് പോവുകയും ചെയ്തു. ആൻഡ് പ്രോബബ്ലി ദാറ്റ് വാസ് ദ മോസ്റ്റ് സ്ട്രെസ്ഫുൾ തിങ് ഐ ഹാഡ്. ഈ ഒരു ഫീൽഡിലെ മോസ്റ്റ് സ്ട്രെസ്ഫുൾ എക്സ്പീരിയൻസ് അതായിരുന്നിരിക്കുക. കാരണം നമുക്ക് അറിയുന്നൊരു കോംപ്ലിക്കേഷൻ അല്ല നമ്മൾ കാണുന്നത്. ബട്ട് ദേ ഓൾസോ നോ ലൈക്ക് ഒരു ബർത്ത് ഡിഫോമിറ്റിയാണ്, ട്രീറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടി ഉള്ള സിറ്റുവേഷൻ ആണ്. നമ്മൾ ഇതുപോലെ തന്നെ എൻ്റെ കൗൺസിലിംഗ് സെഷൻസ് എന്ന് പറയുന്നത് ഒരു 2-3 sessions ഞാൻ ഇരുന്നിട്ടേ പേഷ്യൻറ്റിനെ എടുക്കുകയുള്ളൂ. അപ്പോഴേ അവർക്ക് നമ്മളിലൊരു 100% ട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ ട്രസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ തിങ്സ് ആർ കമ്പാരിറ്റീവ്ലി മച്ച് ഈസിയർ ടു മാനേജ്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഡു യു നോർമലി ഓവർകം ഇൻ എ ഡേ? ഡസ് ഇറ്റ് ടേക്ക് വീക്സ്? എങ്ങനെയാണ് സാർ അത് ടാക്കിൾ ചെയ്യണത്? ഡിപ്പെൻസ് ഓൺ ഒരു എന്ത് സിറ്റുവേഷനിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിരിക്കും. ചില സിറ്റുവേഷൻസ് 1-2 മണിക്കൂറിൽ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. ചില സിറ്റുവേഷൻസ് മാസങ്ങൾ എടുക്കും. ചില സിറ്റുവേഷൻസ് അതിലും കൂടുതൽ സമയം എടുത്തേക്കാം. പക്ഷേ യൂഷ്വലി ഇപ്പം എൻ്റെ അഡ്വാൻറ്റേജസ് കുറച്ച് കാര്യങ്ങളുള്ളതെന്ന് വെച്ചാൽ, ഐ വർക്ക് ആസ് എ ടീം. ഞാനൊരു ഇൻഡിവിജ്വൽ അല്ല ഒരിക്കലും. എനിക്കിപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കൊളീഗ് കഷ്ടി 16-17 years ആയിട്ടുള്ളൊരു എൻ്റെ ഈക്വലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കൊളീഗ് ഉണ്ട്. വി ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ 2 different സ്പെഷ്യാലിറ്റീസ്. പുള്ളി റീപ്ലേസ്മെന്റ് സർജൻ ആണ്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വളരെ നല്ലതാണ്. ആൻഡ് വി നോ ഈച്ച് അതർ വെരി വെൽ. വി നോ അവർ സ്ട്രോങ് പോയിന്റ്സ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീക്ക്നെസ്സുകൾ അറിയാം. അപ്പോൾ ഞങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളുള്ളത് ഡെഫിനറ്റ്ലി നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്പർ 1. Second is your family support is very, very important. Family also gets stressed at times. നമ്മളുടെ സിറ്റുവേഷനിൽ അവരും സ്ട്രെസ്ഡ് ആവുന്നുണ്ട് പല സിറ്റുവേഷനിലും. ഇപ്പോൾ ചില സമയങ്ങളിൽ, ഇപ്പം ഞാൻ എൻ്റെ മോൻ വളരെ ചെറുതായിരുന്ന സമയങ്ങളിൽ, ഇപ്പോൾ ചില ബിസി വീക്കുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ മകൻ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല.
കാരണം അവർക്ക് അങ്ങനെ ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു തോട്ട് വരുന്നില്ല പല സമയത്ത്. സോ ഫാമിലി ഈസ് ഓൾസോ അണ്ടർ സ്ട്രെസ്. പക്ഷെ നമ്മുടെ സ്ട്രെസ് മനസ്സിലാക്കുന്ന ഒരു ഫാമിലി ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്പർ 2. 3, യു നീഡ് ടു ഹാവ് ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സ്. ഒരു ഫോൺ കോൾ അകലെയുള്ള കുറേ ഫ്രണ്ട്സ് ആവശ്യം. പിന്നെ ലാസ്റ്റ് 8-10 years ആയിട്ട് ഐ ഹാവ് ഡെവലപ്ഡ് എ ഹോബി. ലൈക്ക് ഇറ്റ്സ് നോട്ട് എ ഹോബി, ഇറ്റ്സ് മൈ പാർട്ട് ടൈം പ്രൊഫഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഫോട്ടോഗ്രാഫി ഞാൻ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. സോ ഐ മേക്ക് ഇറ്റ് എ ഹാബിറ്റ് ദാറ്റ്, or I make it a policy that ഒരു 2 months ഞാൻ 5 days I go for some photographic travel. അത് is a sort of stress reliever. അത് കഴിഞ്ഞ് വന്നാൽ നമ്മുടെ പെർഫോമൻസ് ലെവൽ ആക്ച്വലി കുറേ കൂടി ബെറ്റർ ആണ്. ഇപ്പോൾ സിൻസ് യു സീൻ എ ലോട്ട് ഓഫ് കോംപ്ലിക്കേഷൻസ് യു എന്യൂമറേറ്റഡ്, ഇപ്പോൾ 2-3 പറഞ്ഞു, മോബ് വന്നു. എനി ടൈം ഹാവ് യു ഫെൽറ്റ് ഞാൻ ഈ MBBS അല്ലെങ്കിൽ ഡോക്ടർ എടുത്ത ഡിസിഷൻ റോങ് ആണെന്ന്, അല്ലെങ്കിൽ ഒരു മണ്ടത്തരായി പോയി? മേ ബി ഒരു ഷോർട്ട് സ്പാനിൽ നമ്മൾ ചിന്തിച്ചു എന്ന് വരാം. ഇപ്പോൾ ഒരു സംഗതി ഉണ്ടായാൽ മേ ബി ഫോർ എ ഫ്യൂ അവേഴ്സ് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു എന്ന് വരാം. പക്ഷേ ഒരിക്കലും ഒരു ലോങ് ടേം ഇതിൽ എൻ്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടായിട്ടില്ല. കാരണം ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഇസ് ഓൺലി ബിക്കോസ് ഐ എം എ ഡോക്ടർ. സെക്കൻഡ്, ഡെഫിനറ്റ്ലി അവർ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇസ് ഓൾസോ ഗുഡ്. മോശം എന്ന് ഞാൻ പറയുന്നില്ല. സോ ഓൾ ദോസ് തിങ്സ് ആർ ബിക്കോസ് ഞാൻ ഈ പ്രൊഫഷൻ എടുത്തത് കൊണ്ട് മാത്രമാണ്. ഈ പ്രൊഫഷണൽസ് ഡെഫിനറ്റ്ലി ഹാസ് ഹെൽപ്ഡ് മീ, അതിലൊരു സംശയമില്ല. പക്ഷേ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ മേ ബി 1 മണിക്കൂർ 2 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് തോന്നും എന്തിനാണ് നമ്മൾ ഇത്രയും സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നമുക്ക് പലപ്പോഴും തോന്നും. അത് നാച്ചുറലി ഒരു ആണ്. പക്ഷേ എനിക്ക് ലോങ് ടേമിൽ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഫ്യൂച്ചർ എന്താവും അറിയില്ല. അല്ല, ഇപ്പോൾ സാറുടെ ഇപ്പോൾ ഒരു അപ്കമിങ് MBBS ആസ്പിറൻറ്റ്, മെനി ഓഫ് അവർ സ്റ്റുഡൻസ് ഡു നോട്ട് നോ ദാറ്റ് ദേ ആർ ഗോയിങ് ടു ഫേസ് സച്ച് പ്രോബ്ലംസ്. So ചില സമയത്ത് they take drastic steps in ending up their life by committing suicide. So do you feel that having an extracurricular activity or a hobby or a passion would help it? ഡെഫിനറ്റ്ലി. ബിക്കോസ് അതിൽ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന കാര്യം സീരിയസ് ആയിട്ട് 2014 സ്റ്റാർട്ട് ചെയ്തത്. 2014 വരെ എനിക്ക് ആക്ച്വലി എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. മൈ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇസ് മച്ച് ബെറ്റർ ഇന്ന് ആഫ്റ്റർ സ്റ്റാർട്ടിങ് ഓൾ ദീസ് തിങ്സ്. ഡെഫിനറ്റ്ലി ഇതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ഇൻകത്തിനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് 5 to 6 days നമ്മൾ വർക്ക് ചെയ്യാണ്ടിരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഇൻകം കുറയുന്നു. സെക്കൻഡ് ഈസ് ഈ ട്രാവൽ ചെയ്യുന്നതിന് എക്സ്പെൻസുകളുണ്ട്, ക്യാമറ എക്സ്പെൻസീവാണ്. ഇതൊക്കെ നമ്മളുടെ എക്സ്പെൻസ് കൂട്ടുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അൾട്ടിമേറ്റ്ലി മൈ ക്വാളിറ്റി ഓഫ് ലൈഫ് ഈസ് ബെറ്റർ. കാരണം ഇത് കഴിയുമ്പോൾ നമ്മൾ കുറേ കൂടി ഫ്രഷാണ്. നമ്മൾ ഈ ട്രാവൽ ചെയ്യാൻ പോകുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഫാമിലിയുടെ കൂടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നു. വർക്കിൽ നമ്മൾ കുറേ കൂടി ഫ്രഷാണ്, നമ്മുടെ ബ്രെയിൻ കുറേ കൂടി ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു എക്സ്ട്രാ ആക്ടിവിറ്റി ഉണ്ടാവുന്നത് പലപ്പോഴും സ്ട്രെസ്സ് കുറയ്ക്കാൻ സഹായിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഇങ്ങനെ ഒരു പാഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഇസ് ദർ ആൻ ഏജ് ലിമിറ്റ് ഓർ ഷുഡ് വി സ്റ്റാർട്ട് ഇറ്റ് അറ്റ് ദി ഏർലിയസ്റ്റ്? ഐ എം സ്പെസിഫിക്കലി ടു ഡോക്ടേഴ്സ്. No, I started at maybe 37 years ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. Okay. So there is no limit. Because I ഒരു think സംശയമില്ല. people are more aware now. I think that at your time, people were not aware much about traveling, exploring, choosing passion, because we are so brainwashed that focus on practice, focus on large OPD, having a large surgical practice. But I think now the awareness is more. And Sir bolte, I think, role models to choose. റോൾ മോഡൽ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. ബട്ട് ഡെഫിനറ്റ്ലി 2006 മുതൽ 2014 വരെ ഐ മീൻ ജസ്റ്റ് വർക്കിംഗ്. വേറെ ഒന്നുമില്ല, വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് ചെയ്യാനില്ല. ആൻഡ് ദർ വേർ ടൈംസ് വേറെ നമുക്കൊരു മടുപ്പ് തോന്നില്ല. നമുക്ക് ഈ ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തൊരു മടുപ്പ് തോന്നും. അവിടെ നിന്നാണ് പിന്നെ 2014 ആണ് ഞാൻ ട്രാവൽ ചെയ്യാൻ തുടങ്ങുന്നത്. അതെനിക്കൊരു എൻ്റെ വീട് പണിയാൻ വന്ന ആർക്കിടെക്റ്റ് ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആയിരുന്നു. പുള്ളിയുടെ കൂടെ ട്രാവൽ ചെയ്തിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ട്രാവൽ ചെയ്യാന്ന് പറയുമ്പോൾ പലപ്പോഴും പലരും ആലോചിക്കുന്നത് ദൂരേക്ക് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് 2 days എവിടെയെങ്കിലും പോകാം. ഞങ്ങളെ സംബന്ധിച്ച് ബേർഡ് ഫോട്ടോഗ്രാഫി, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നവർക്ക് ബേർഡ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലം തൃശ്ശൂരിലെ കോൾപ്പാടങ്ങളാണ്. അപ്പോൾ ഒരു സൺഡേ മോർണിംഗ് പോയാൽ ചിലപ്പോൾ വൈകുന്നേരം വരെ നമ്മൾ അവിടെ നിൽക്കും. ആൻഡ് ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് ഒരു റിഫ്രഷിങ് എക്സ്പീരിയൻസ് ആണ് നമുക്ക്. ഇറ്റ് നീഡ് നോട്ട് ബി എ ലോങ് ട്രാവൽ. ഞാൻ ഇന്ത്യക്ക് പുറത്ത് ട്രാവൽ ചെയ്ത് വളരെ അപൂർവമായിട്ട് ട്രാവൽ ചെയ്തുള്ളൂ. എൻ്റെ ട്രാവൽ മുഴുവൻ ഇന്ത്യക്ക് അകത്താണ്. ആൻഡ് ദാറ്റ് ഈസ് അൾട്ടിമേറ്റ്ലി എൻ്റെ എയിം അങ്ങനെയാണ്. ഞാൻ ഇന്ത്യയിലെ
പാർക്കുകൾ ഒന്ന് കവർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു എയിം. ഞാൻ ഈ 2 മാസത്തിലൊരിക്കൽ 5 ദിവസം പോകുന്നു എന്നുള്ളത് ഈ സ്ട്രിക്ട്ലി 5 മാസം ആയിരിക്കില്ല. കാരണം ചില സീസണുകളിൽ ഇപ്പോൾ നമുക്ക് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ മോൺസൂൺ സീസണിലൊന്നും നടക്കില്ല. അപ്പം അതിനെ നമ്മൾ ആ സമയത്ത് മുഴുവൻ വർക്ക് ചെയ്തിട്ട്, പിന്നെ ചിലപ്പോൾ ഞാൻ സൺഡേയ്സ് വർക്ക് ചെയ്യും. വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കൂടുതൽ കുറച്ച് വർക്ക് ചെയ്യും. ആൻഡ് ട്രാവൽ ചെയ്യുമ്പോഴും എനിക്ക് എന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങൾ. ഒന്ന്, എൻ്റെ ഫാമിലി നല്ലോണം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഫാമിലിയാണ്. സെക്കൻഡ്, നമ്മുടെ കൂടെയുള്ള കൊളീഗും അത്യാവശ്യം കാര്യങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇത് രണ്ടും ഉള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ എനിക്ക് ഇത്രയും ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ബേസിക്കലി ഒരു ടീം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിങ്സ് ആർ മച്ച് മോർ ഈസിയർ. Right. ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിനൊന്നും സമയമില്ലാതെ നമ്മൾ ആ റേസിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് കയറി പോകുന്നു. So you believe in teamwork. ഡെഫിനറ്റ്ലി. ഞാൻ ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. Okay. കാരണം ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം ഒരു മെഡിക്കൽ കോളേജിലാണ്, പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്തത്. അവിടെ യൂണിറ്റ് സിസ്റ്റം ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 2 പേര് കൂടി അവിടെ നിന്ന് പോന്നിട്ടാണ് പിന്നെ യൂണിറ്റ് സെറ്റ് ചെയ്തത്. ആൻഡ് റൈറ്റ് നൗ വർക്ക് ചെയ്യുന്ന സ്ഥലത്തും എല്ലാ സ്പെഷ്യാലിറ്റിയിലും ആൾക്കാരുണ്ട്. സോ എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ വി ഹാവ് പീപ്പിൾ ടു കോൾ. പിന്നെ എല്ലാ സർജറികളും ദർ ആർ 2 of us ടുഗദർ. അപ്പോൾ 2 പേര് 2 brains ആർ ഓൾവേസ് ബെറ്റർ ദാൻ 1. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ, ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ റീകൺസ്ട്രക്ഷൻ സർജറീസ് പലപ്പോഴും 5 to 6 hours എടുക്കുന്നതാണ്. ഒരു ലെവൽ എത്തുമ്പോൾ നമ്മൾ എക്സോസ്റ്റഡ് ആവും. ഓട്ടോമാറ്റിക്കലി ദ അതർ പേഴ്സൺ വിൽ ടേക്ക് ഓവർ. Right. അപ്പോൾ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് മൈ ഊട്ടി സ്റ്റാഫ് ഇസ് ഓൾസോ ലൈക്ക് 4-5 years ആയിട്ട് എൻ്റെ കൂടെ ഉള്ളത് ഒരേ ആൾക്കാരാണ്. ആൻഡ് സെറ്റിസ് ഇസ് ഓൾസോ ദ സെയിം. സോ ദ ടീം ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഒരു പക്ഷേ നമ്മളുടെ ക്വാളിറ്റി ഓഫ് വർക്കിനെ അത് ഒരുപാട് എഫക്റ്റ് ചെയ്യും. സെക്കൻഡ് ഇസ് നമുക്ക് ഈ പറയുന്ന അഡീഷണൽ ഫ്രീ ടൈം, നമുക്ക് പുറത്തു പോകാനുള്ള സമയം, ഇതൊക്കെ എൻ്റെ പേഷ്യൻസിനെല്ലാം മൈ കൊളീഗ് ഈസ് ഓൾസോ ഈക്വലി റെസ്പോൺസിബിൾ. പുള്ളി പോകുമ്പോൾ ഐ ആം ദെയർ ടു ടേക്ക് കെയർ ഓഫ് തിങ്സ്. ദാറ്റ് ഇസ് ഇറ്റ്. സോ ടീം ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. So sometimes it's normally seen, I don't know whether it's the right thing to ask, ഇപ്പോൾ ഈ ഇന്റർ കലീഗ് ചില സമയത്ത് അറ്റ് സർട്ടൻ ടൈംസ് ഒരു ചെറിയ ഫ്രിക്ഷൻ, ഒരു ഡിസ്പ്യൂട്ട്സ് വരാം. നൗ സാർ ഇപ്പോൾ പറഞ്ഞപ്പോൾ 16 years ആയി നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. വാട്ട് ആർ യുവർ ഗോൾഡൻ പോയിന്റ്സ് ടു കീപ്പ് അപ്പ് ദിസ് ഫ്രണ്ട്ഷിപ്പ്? You fight with your wife like once in a while. But every fight doesn't end up in a divorce. Right. സെയിം തന്നെയാണ്. ലൈക്ക് ഏറ്റവും വലിയ കാര്യം ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മ്യൂച്വൽ റെസ്പെക്ട്. യു ഷുഡ് റെസ്പെക്ട് ഹിം, ഹി ഷുഡ് റെസ്പെക്ട് യു. അത് വേണം, നമ്പർ 1. സെക്കൻഡ് ഇസ് നമ്മൾ തമ്മിൽ ഡിഫറൻസസ് ഇല്ല. ടീമിൽ എപ്പോഴും ഒരു ഡിഫറൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ വി സീ ടു ഇറ്റ് ദാറ്റ് ഈസ് ബീങ് സെറ്റിൽഡ് ബിഹൈൻഡ് ക്ലോസ് ഡോർസ്. Right. വി സിറ്റ് ആൻഡ് ടോക്ക്. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ കൊളീഗായിട്ട് ഫൈറ്റ് ചെയ്യാതിരുന്നിട്ടൊന്നുമില്ല. There has been situations where we have fought with each other. Right. പക്ഷേ we have taken care that doesn't, ഒരു തേർഡ് പാർട്ടി അതിൽ ഇൻവോൾവ് ആവില്ല. Like on table there are difference of opinions. Right. Some things he is far better than me. ചില കാര്യങ്ങളിൽ I am better than him. So we know, അതാണ് അത് കുറച്ചധികം കാലം നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ we know each other's strengths and weaknesses. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും വലിയൊരു ഇഷ്യൂ ഉണ്ടാവില്ല. പിന്നെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവുന്ന കാര്യങ്ങൾ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു സ്പീക്ക്. അന്ന് തന്നെ അവസാനിപ്പിക്കുക. അടുത്ത ദിവസത്തേക്ക് അത് കൊണ്ടുപോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ദർ ഹാസ് ബീൻ സിറ്റുവേഷൻസ്. അപ്പോൾ നമ്മളത് ഐദർ ഫോണിൽ കൂടെ ഞങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ പുള്ളി എൻ്റെ വീട്ടിലോട്ട് വരും, ഞാൻ ആളുടെ വീട്ടിലോട്ട് പോകും. വി ടോക്ക് ടു ഈച്ച് അതർ. So I think the base for successful practice, a good inter-colleague relationship is communication. ഡെഫിനറ്റ്ലി യു നീഡ് ടു കമ്മ്യൂണിക്കേറ്റ്. കാരണം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് ഒരിക്കലും. Right. എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചിലപ്പോൾ പുള്ളി ചെയ്യുന്നുണ്ടാവും, പുള്ളിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ടാവും. മൂത്തോക്കി പറഞ്ഞാൽ വി ട്രൈ ടു അവോയ്ഡ് ആ ഒരു സിറ്റുവേഷൻ പിന്നീട് ഉണ്ടാവാതെ നോക്കും. ദർ ഹാസ് ബീൻ സിറ്റുവേഷൻസ്, അതിൽ സംശയമൊന്നുമില്ല. അത് എല്ലാ ടീമുകളിലും ഉള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി വി ബോത്ത് തിങ്ക് ഓൾമോസ്റ്റ് ഇൻ ദ സെയിം ലൈൻസ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സാർ ഇപ്പോൾ കണ്ടമാനം കാര്യങ്ങൾ ഇപ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പറഞ്ഞു. ഐ റീസെൻ്റ്ലി സാറുടെ പറ്റി റീസെർച്ച് ചെയ്തപ്പോൾ എന്തൊരു മ്യൂസിയം സാറ് ഇനോഗ്രേറ്റ് ചെയ്ത, ഓർ യു ആർ പാർട്ട് ഓഫ് സംതിങ്. എന്താണ് ആ മ്യൂസിയം? അതും ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമാണ്. ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് മ്യൂസിയം ഫോർ ഫോട്ടോഗ്രാഫി നമ്മളുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. തൃശ്ശൂരിൻ്റെ പെരിഫറിയിലാണ്, കൊടകര അടുത്ത് കോടാലി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇന്ത്യയിലെ ഫസ്റ്റ് മ്യൂസിയം ഫോർ ഫോട്ടോഗ്രാഫി ഉള്ളത്.
അത് ഇനീഷ്യലി റെന്റഡ് ബിൽഡിങ്ങിലാണ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ബിൽഡിങ്ങിൽ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്തത് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിക്കൽ ഡോക്ടറാണ് പുള്ളി. പക്ഷേ ഈസ് എ വെൽ റിനോൺ ഫോട്ടോഗ്രാഫർ, ഫേമസ് ഓൾ അറൌണ്ട് ദ വേൾഡ്. ഒരു പക്ഷേ യു എസിലൊക്കെ സോളോ ഷോസ് ചെയ്തിട്ടുള്ള പ്രോബബ്ലി വൺ ഓഫ് ദ ഇന്ത്യൻ ഫോട്ടോഗ്രാഫേഴ്സ്, മേ ബി ഒരു ഹാൻഡ്ഫുൾ ആൾക്കാരുണ്ടാവും. അതിലൊരാൾ ഡോക്ടർ ഉണ്ണികൃഷ്ണനാണ്. ഡോക്ടർ ഉണ്ണികൃഷ്ണനെ കേരളത്തിൽ എത്ര അറിയുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇന്ത്യക്ക് പുറത്ത് ഡെഫിനറ്റ്ലി ഈസ് കൺസിഡർഡ് ടു ബി വൺ ഓഫ് ദ ബെസ്റ്റ് ഫോട്ടോഗ്രാഫേഴ്സ്. പുള്ളിയുടെ ഫോട്ടോഗ്രാഫി മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് മോഡേൺ ആർട്ട്. കണ്ടംപററി സ്റ്റൈലിൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളിയും ബട്ടർഫ്ലൈ ഫോട്ടോഗ്രാഫിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഇതിലേക്ക് മാറിയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണത്. ഞാൻ അതിൻ്റെ ഒരു ട്രസ്റ്റ് മെമ്പറാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു കെട്ടിടത്തിൽ ഇനോഗ്രേഷൻ കഴിഞ്ഞു. ഇപ്പം അതിലൊരു ഹിസ്റ്ററി ഓഫ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ഇപ്പോൾ സീസൺഡ് ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ബഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിലും അവർക്ക് അവരുടെ വർക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു മ്യൂസിയം ഉണ്ട്, ഒരു ഗാലറി ഉണ്ട്. പ്ലസ് ഒരു വലിയൊരു കളക്ഷൻ ഓഫ് പ്രിന്റ്സ് ആസ് വെൽ ആസ് ഈ പറയുന്ന ഫോട്ടോഗ്രാഫ് ക്യാമറ എക്യുപ്മെന്റ്സ്, വീഡിയോ ക്യാമറാസ്, കുറേ ലിറ്ററേച്ചർ ബുക്സ്, ഇതൊക്കെ നമുക്ക് അവിടെ കളക്ഷൻ ഉണ്ട്. പ്രോബ്ലി കേരളത്തിൽ എവിടെയും അങ്ങനത്തെ ഒരു, കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ അങ്ങനത്തെ ഒരു കളക്ഷൻ ഉണ്ടാകുന്നത് അപൂർവമായിരിക്കും. മാത്രമല്ല ഹിസ്റ്ററി ഓഫ് ഫോട്ടോഗ്രാഫിയെ പറ്റിയിട്ട് ഇന്ത്യയിൽ നടക്കുന്ന ഫസ്റ്റ് എക്സിബിഷനാണത്. അത് 3 monthsനുണ്ട്. ജൂൺ മുതൽ വേറെ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതൊരു റെഗുലർ ഇവന്റ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. അത് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയും ഫോട്ടോഗ്രാഫിയെയും ഒന്ന് പരിപോഷിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ്. അപ്പോൾ ഞങ്ങളൊരു 10-20 പേര് പുള്ളിയുടെ കൂടെ വളരെ ക്ലോസ് ആയിട്ട് വളരെ സോളിഡ് ആയിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നവരുണ്ട്. അത് കൂടാതെ ഓർഡിനറി മെമ്പർഷിപ്പ് എടുത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഫോട്ടോഗ്രാഫി ട്രെയിനിങ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു മെൻറ്ററും കൂടിയാണ്, സർട്ടിഫൈഡ് മെൻറ്ററും കൂടിയാണ്. അതൊരു NGO ആണ് ബേസിക്കലി. വി ഡോണ്ട് ടേക്ക് എനി പ്രോഫിറ്റ്. ഈവൺ ആ ലാൻഡ് പോലും നമ്മുടെ അല്ല, ട്രസ്റ്റിൻ്റെ ആണ്. നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ അത് ഗവൺമെൻറ്റിലേക്ക് പോകും എന്നുള്ള രീതിയിൽ ചെയ്തിരിക്കുന്നതാണ്. പബ്ലിക്കിന് വേണ്ടി മാത്രമായിട്ട് ആൻഡ് ഡൊണേഷൻസിലാണ് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ റെഗുലർലി നടക്കുന്നുണ്ട്. പിന്നെ വൈൽഡ് ലൈഫ് ട്രാവൽ, അതർവൈസ് മോണ്യുമെന്റ്സിലേക്കുള്ള ട്രാവൽ, അങ്ങനെയൊക്കെയുള്ള കുറേ ട്രാവൽ പ്രോഗ്രാംസ് ഉണ്ട്. ഇയർലി എവറി മന്ത് ദർ ഇസ് എ പ്രോഗ്രാം. പിന്നെ 1 or 2 days സ്പെയർ ചെയ്യാൻ പറ്റുന്നവർക്ക് വാക്ക് വിത്ത് മെൻറ്റർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. മെൻറ്റർ എവിടേക്കെങ്കിലും പോകും, കൂടെ വരിക, ഫോട്ടോഗ്രാഫി പഠിക്കേണ്ടവർക്ക് പഠിക്കാം, സ്ഥലം കാണേണ്ടവർക്ക് സ്ഥലം കാണാം. ദാറ്റ് ഇസ് ഇറ്റ്. അതൊരു ഒരു ഒരു പുള്ളിയുടെ ബ്രെയിൻ ചൈൽഡ് ആണ്. പക്ഷെ വി ആർ ആക്റ്റീവ്ലി ഇൻ ടു ഇറ്റ്. ഇപ്പോൾ ഈ ഒരു മ്യൂസിയമിനെ പറ്റി അറിയാൻ എങ്ങനെയാണ് സെർച്ച് ചെയ്യുക? photomuse.in, ഫോട്ടോമ്യൂസ് എന്നാണ് ആ മ്യൂസിയത്തിന്റെ പേര്. photomuse.in, ഫോട്ടോമ്യൂസ് എന്ന് ഗൂഗിൾ ചെയ്താൽ മതി, ഇതിലേക്കാണ് ഓട്ടോമാറ്റിക്കലി പോവുക. പിന്നെ നമുക്ക് ജേർണൽസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഓൺലൈൻ ജേർണൽസ് ആണ്. അപ്പൊ ആർക്ക് വേണമെങ്കിൽ ഫ്രീ ആക്സസ് ആണ്. അതിലൊന്നും വേറെ പേയ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഫോട്ടോഗ്രാഫി എക്സിബിഷൻസ് ഇപ്പൊ എറണാകുളം ദർബാർ ഹാളിലൊക്കെ ഇടയ്ക്ക് ഷോസ് ഉണ്ടാവും. അപ്പോൾ എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ലൈക്ക് മൈസെൽഫ്, എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ അതിലേക്ക് ജോയിൻ ചെയ്ത് മേ ബി ഒരു 3-4 months കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഒരു വർക്ക് ജർമ്മനിയിൽ എക്സിബിറ്റ് ചെയ്തു, എൻ്റെ ഒരു ഫോട്ടോഗ്രാഫ്. അപ്പം അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അധികം ആൾക്കാർ തരില്ല. ഫോട്ടോഗ്രാഫിക് അസോസിയേഷൻസ് ഉണ്ടെങ്കിലും ഇപ്പോൾ ഒരു പുതിയ ആൾ കടന്നു വരുമ്പോൾ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നൊക്കെ പറയുന്നത് അപൂർവമായിട്ട് നടക്കുന്ന കാര്യമാണ്. പിന്നെ ഞാൻ ഫോട്ടോഗ്രാഫിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബിക്കോസ് ഓഫ് ഈ പറയുന്ന ഫോട്ടോമ്യൂസും ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, പിന്നെ പ്രവീൺ മോഹൻദാസ് എന്ന് പറയുന്ന എൻ്റെ മെൻറ്ററുണ്ട് ഫോട്ടോഗ്രാഫിയിൽ, പുള്ളി, ഇവരൊക്കെയാണ് എൻ്റെ റീസൺ. ഇങ്ങനെ ഒരു നൗ യു ആർ എ മെൻറ്റർ, ഈ ഒരു മെൻറ്റർ സ്റ്റേറ്റസിലേക്ക് വരാൻ അങ്ങനെ എന്തെങ്കിലും ട്രെയിനിങ് ഉണ്ടായിരുന്നോ? ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, പ്രവീൺ, ഇവർ രണ്ടുപേരും, പ്രവീൺ എന്ന് പറയുന്നത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് ആണ്. സോ ഐ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു ട്രാവൽ വിത്ത് ഹിം ക്വൈറ്റ് എ ലോട്ട്. മേ ബി എനിക്ക് തോന്നുന്ന ഒരു 100-200 ദിവസമെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഇത്രയും കാലത്തിനിടയ്ക്ക്. അപ്പോൾ ഐ മേക്ക് ഇറ്റ് എ ഹാബിറ്റ്, ഒരു വർഷത്തിൽ ഒരു 5-6 ദിവസമെങ്കിലും പുള്ളിയുടെ കൂടെ യാത്ര ചെയ്യുക എന്നുള്ളത്. തുടക്കത്തിൽ ഒരുപാട് ട്രാവൽ ചെയ്തിരുന്നു, ഇപ്പോൾ പക്ഷേ സമയം കുറവേ കിട്ടാറുള്ളൂ. കാരണം നൗ വി ഹാവ് ടേക്കൺ ഇറ്റ് അപ്പ് ആസ് എ പാർട്ട് ടൈം പ്രൊഫഷൻ. എനിക്കൊരു ചെറിയൊരു ട്രാവൽ കമ്പനിയുണ്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് മാത്രമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഓൾസോ ഒരു ഡോക്ടറുടെ സ്ട്രെസ്സിൽ നിന്നുണ്ടായ ഒരു വെഞ്ചറാണ്. ലൈക്ക് വൺ ഫൈൻ മോർണിംഗ് ഐ ലോസ് മൈ ജോബ് ബിക്കോസ് ഓഫ് മൾട്ടിപ്പിൾ റീസൺസ്. പല കാരണങ്ങളാവാം. നമ്മളൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുമ്പോൾ this is a common thing. One fine morning you become jobless. But according to my mother or my parents, doctor can never be jobless എന്നാണ് ഒരു ജനറൽ അഭിപ്രായം. Even before this occasion my parents also thought the same. But one fine morning I became jobless. Not for a long period, maybe for 2-3 days. But suddenly I lost my job. So I was under severe stress. അപ്പോൾ എനിക്ക് ഈ സ്ട്രെസ് ഓവർകം ചെയ്യും വേണം.
ഇൻ ദ മീൻ ടൈം ഐ തോട്ട് ഓഫ് ഹാവിങ് എൻ ഓൾട്ടർനേറ്റ്, എന്തെങ്കിലും ഒരു അഡീഷണൽ ആയിട്ട് ചെയ്യണം. അങ്ങനെ വന്നപ്പോഴാണ് വി സ്റ്റാർട്ടഡ് ഗ്രീൻ ക്യാപ്പ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു ഗ്രീൻ ക്യാപ്പ് സഫാരീസ് എന്ന് പറഞ്ഞൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് മാത്രം ചെയ്യുന്നത്. നമ്മളൊരു 7-8 ട്രിപ്പ് ചെയ്യും. ഞാനും പ്രവീണൊക്കെ ഉണ്ട് അതിൽ. ദർ ഇസ് വൺ മോർ ഡോക്ടർ, അമലയിലുള്ള ഒരു ഡോക്ടർ ലിൻഡോ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ട്. അപ്പം ഞങ്ങൾ ചെറിയ ചെറിയ ട്രിപ്പുകൾ ചെയ്യുക, 4-5 ഡേയ്സിൻ്റെ ട്രിപ്സ് ചെയ്യുക എന്നുള്ളൊരു. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രെസ്സിൽ നിന്നാണ് ഈ പറയുന്ന സംരംഭവും പുറത്തേക്ക് വന്നത്. സോ ദാറ്റ് ഈസ് ഇറ്റ്. മെന്റർഷിപ്പിലേക്ക് നമുക്ക് ട്രാൻസ്ഫോം ചെയ്ത് പോകുന്നത് ഒരു രസമാണ്. ലൈക്ക് നമുക്കറിയുന്ന കാര്യങ്ങൾ, ഇപ്പം നമ്മൾ ഓർത്തോപെഡിക്സിലാണെങ്കിലും നമുക്ക് വർക്ക്ഷോപ്സും അതുപോലെ സെമിനാർസും ഒക്കെ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമാണ്. ഈ മെന്ററിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ പ്രോബബ്ലി എന്നെ സംബന്ധിച്ച് കുറച്ച് സ്പീഡിലാണ് പോയത്. കാരണം ഇനീഷ്യലി ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യാറുണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. ഇപ്പൊ പിന്നെയും കുറച്ച് കുറവാണ്, കാരണം വർക്ക് ലോഡ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് എനിക്ക് ട്രാവൽ പഴയ ചെയ്ത പോലെ ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് സ്റ്റിൽ 5 days 2 months ഒരു പോളിസിയാണ്. അപ്പൊ ആ മെന്ററിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ഒരു രസമായിരുന്നു. മാത്രമല്ല നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. ഈ മെന്റർഷിപ്പ് ആക്ച്വലി നമ്മൾ കുറെ കൂടി സ്ട്രെസ്സിലാണ്, നമുക്ക് കുറച്ചും കൂടി പഠിക്കണം. അപ്പൊ അത് ക്വാളിറ്റി ഓഫ് യുവർ ഫോട്ടോഗ്രാഫ് ഓൾസോ കീപ്സ് ഓൺ ഇംപ്രൂവിങ്. അല്ല, ഇപ്പോൾ ഹാവ് യു എവർ തോട്ട്, ഇപ്പോൾ സാറ് കണ്ടമാനം അക്കാഡമിക് ഓർത്തോപെഡിക് റിലേറ്റഡ് കോഴ്സസ് ചെയ്യുന്നുണ്ട്, അതിൽ വൈ ഡോണ്ട് യു ഹാവ് എ സെഷൻ അബൌട്ട് ഫോട്ടോഗ്രാഫി ഓർ കൺസിഡറിങ് യുവർ മെന്റർ ഇൻ ഫോട്ടോഗ്രാഫി? I mean, It will an be there exposure soon. for doctors. ഇറ്റ് വിൽ ബി ദർ വെരി സൂൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓർത്തോപെഡിക് ഷട്ടർ ബഗ്സ് എന്ന് പറഞ്ഞൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഓൺലി ഫോർ ഓർത്തോപെഡിക്സിലെ ഫോട്ടോഗ്രാഫേഴ്സ് മാത്രം. Okay. ഇന്ത്യയിൽ മാത്രമല്ല, പുറത്തുള്ളവരൊക്കെ ഉണ്ടായത്. എനിക്ക് തോന്നുന്നു അതിലിപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ 1000+ മെമ്പേഴ്സ് ഉണ്ട് ഇപ്പോൾ. Okay. ആൻഡ് ഇപ്പോൾ ബോംബെയിൽ വൈറോക്കിലൊക്കെ ഒരു സെഷൻ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. Okay. ഇറ്റ് വിൽ ബി സൂൺ ദെയർ. എനിക്ക് തോന്നണേ അതൊരു അധികം താമസം ഉണ്ടാവില്ല. ആൻഡ് നമ്മൾ ഡോക്ടേഴ്സിന് വേണ്ടി ചില പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ഫോട്ടോ മ്യൂസിന്റെ അണ്ടറിൽ തന്നെ ഡോക്ടേഴ്സിന് വേണ്ടി കുറച്ച് ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ ഫോട്ടോഗ്രാഫിയിൽ ചെയ്യാനുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ ഒരു തവണ ഞങ്ങളൊരു വലിയ പ്രോഗ്രാം ഇട്ടിരുന്നു. ലൈക്ക് മഹാരാഷ്ട്രയിലെ ഒരു ടൈഗർ റിസർവിലോട്ട് ഒരു 5 day ട്രാവൽ വെച്ചിരുന്നു. കുറെ ഡോക്ടേഴ്സ് അതിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കോവിഡ് കാരണം നമുക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. Right. So it's very enterprising and very, എന്താ പറയുക, overwhelming to listen to all this. I mean, you're so versatile. You're an orthopedic surgeon, you're a limb reconstruction surgeon, you're a photographer, you're a museum owner, Not an owner, I'm part of that museum. part of that museum, and also a mentor. So now if someone comes with, now we'll just go back for a minute to orthopedics, ഒരു നീ പെയിൻ ആയിട്ട് വരാണ്, ചെറിയൊരു ബെൻഡ് ഉണ്ട്, എവിടെയാണ് ആൻഡ് എപ്പോഴാണ് സാറിനെ വിസിറ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ, എവറി നീ പെയിൻ ഡസൻ റിക്വയർ എ ഡോക്ടേഴ്സ് അസിസ്റ്റൻസ്. നമുക്കറിയാലോ, ചെറിയ പെയിനുകളൊക്കെ വന്നും പോയിക്കൊണ്ടിരിക്കും. സേ ആഫ്റ്റർ 35-40 ഒക്കേഷണൽ നീ പെയിൻ ഇസ് വെരി വെരി കോമൺ. പക്ഷേ നീ പെയിൻ കണ്ടിന്യൂസ് ആവുക, ദാറ്റ് ഈസ് എഫക്റ്റിംഗ് യുവർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ എടുക്കണം. ആൻഡ് ഇനീഷ്യലി നമ്മളെപ്പോഴും, ഇപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ എല്ലാ പേഷ്യൻസിനും ഒരു ട്രയൽ ഓഫ് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ്, മെഡിസിൻസും എക്സസൈസസും കഴിഞ്ഞ് സിംറ്റംസ് ഇമ്പ്രൂവ് ചെയ്യുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരു സർജിക്കൽ ഇൻ്റർവെൻഷനെ പറ്റി ആലോചിക്കുന്നത് പോലും ഉള്ളൂ. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന അത്രയ എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ് തൃശ്ശൂർ. ഡെയിലി അവിടെ ഉണ്ട്, മോർണിംഗ് അവിടെ ഉണ്ട്, എല്ലാ ദിവസവും മോർണിംഗ് എനിക്ക് OPD ഉണ്ട്. അപ്പോൾ ഒരു ബെൻഡ് ഉണ്ട്. ആൻഡ് സ്പെസിഫിക്കലി നമുക്കൊരു നീ പെയിൻ ഉണ്ട് വിച്ച് ഇസ് നോട്ട് ഗെറ്റിംഗ് സബ്സൈഡഡ് ബൈ മെഡിസിൻസോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്തിട്ട് സബ്സൈഡ് ചെയ്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഈ പറയുന്ന പ്രിസർവേഷൻ സർജറിയെ പറ്റി ആലോചിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ റോൾ ആക്ച്വലി അതിലേക്ക് വരുന്നത്. ഡെഫിനറ്റ്ലി കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഒരു ഓപ്ഷൻ തന്നെയാണ്. ആൻഡ് ഞാൻ എൻ്റെ ഒരു പേഷ്യൻറ്റിന് പോലും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻ്റ് ആയിട്ട് സർജറി അഡ്വൈസ് ചെയ്യില്ല. ബിക്കോസ് പലപ്പോഴും ഒരു ചീത്തപ്പേരുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇഫ് ദർ ഇസ് എനി ഗോ ഫോർ സർജറി എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് പല സ്ഥലങ്ങളിലും വരുന്നു എന്നുള്ളത് പലരും പറയുന്നു. പക്ഷെ അതല്ല അതിൻ്റെ വാസ്തവം. നമ്മളെപ്പോഴും ഒരു കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ്, ഒരു ഫ്രാക്ചർ സിറ്റുവേഷനിൽ നമുക്ക് വി ഡോണ്ട് ഹാവ് എ ചോയ്സ്. പക്ഷേ ഈ പറയുന്ന ഏജ് റിലേറ്റഡ് ചേഞ്ചസ് ഒക്കെ നമുക്ക് ചിലപ്പോൾ, ഇപ്പം നമ്മൾ കാണുന്ന പല പേഷ്യൻസും ഉണ്ട് സിവിയർ ബെൻഡായിട്ട്, പക്ഷേ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അവർക്ക് ഒരു പ്രോബ്ലവും ഇല്ല. കീപ്പ് ഓൺ ഡൂയിങ് ദെയർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. നോ പോയിന്റ് ഇൻ ടേക്കിംഗ് ദം ഇൻ ടു ദ OT ആൻഡ് ഓപ്പറേറ്റിംഗ്. അപ്പോൾ ഇൻഡിക്കേറ്റഡ് ആണ്. നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എഫക്റ്റഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നീഡ് സർജറി. So I'm glad that from our med ventures our viewers can learn something new. Knee preservation എന്ന് പറഞ്ഞൊരു കാര്യം I hope people understand.
every knee does not require knee replacement. It's always first medicines, exercise. If there is an alignment problem, corrective surgery by knee preservation techniques, and then the last option, knee replacement. Am I right? കറക്റ്റ്. ഓൾ ദീസ് ആർ ഓപ്ഷൻസ്. ഓൾ ദീസ് ആർ ഓപ്ഷൻസ്. അതിൻ്റെ റെസ്പെക്റ്റീവ് സ്റ്റേജുകളിൽ ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു അസെൻഡിങ് ഓർഡറിൽ പറയുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ ഓപ്ഷൻസ്. So thank you, Dr. Krishna Kumar, for coming for our podcast. Wishing you more success in your practice and in your photography passion. So wishing you all the best, sir. താങ്ക് യു. Okay.